ദേവീ മഹാത്മ്യത്തിൽ നമ്മൾ പറയുന്നത് മഹിഷാസുരവർദ്ധനം, ആദ്യം മധുരയുടെ വധനം, പിന്നെ മഹിഷാസുരവർദ്ധനം, അതിനെ വധിക്കുന്ന കഥ, പിന്നീട് ചണ്ടമുണ്ടന്മാരെ നിഗ്രഹിക്കുന്നത്. ഇങ്ങനെ 3 രീതിയാണ്. ഇതിൽ ആ ദേവീ മഹാത്മ്യത്തിൽ പറയുന്ന 2ാമത്തെ കഥയാണ് ഈ മഹിഷന്റെ കഥ. യോഗേശ്വരിയുടെ പ്രഭാവത്തെ പറഞ്ഞു തരണേ എന്ന് ജനമേജയുടെ ആവശ്യത്തെ അംഗീകരിച്ചുകൊണ്ടാണ് ഇവിടെ അമ്മയുടെ കഥകളൊക്കെ പറഞ്ഞത്. രാജാവ് പണ്ടൊരിക്കൽ മഹിഷൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. ഈ മഹിഷൻ എന്ന രാജാവ് 10,000 വർഷം തപസ് ചെയ്തു. ആരെ? ബ്രഹ്മാവിനെ തപസ് ചെയ്തു. ബ്രഹ്മാവ് പ്രത്യക്ഷമായി എന്താ വരം വേണ്ടത് ചോദിച്ചു. ഇവരെന്താ ആവശ്യപ്പെട്ടത്? ഞാൻ മരിക്കാതിരിക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. ബ്രഹ്മാവ് പറഞ്ഞു, ഉൽപ്പന്നസ്യ ധ്രുവം മൃത്യു ധ്രുവം ജന്മ മൃതസ്യ ച. ജനിച്ചവർക്കൊക്കെ മരണമുണ്ട്, മരിച്ചവർക്കൊക്കെ ജനനമുണ്ട്. അപ്പം നമുക്ക് ഇതിന് ഒരു പരിഹാരം എന്നുള്ളതില്ല. ജനിച്ചവർക്കൊക്കെ മരിച്ചേ മതിയാവും. അത് ഓരോന്നും ഓരോരോ കാലഘട്ടം. ഇത്ര ജനിച്ചാൽ തന്നെ ഇത്ര കാലം ജീവിച്ചിരിക്കുക എന്നൊരാൾക്കും പറയാൻ സാധിക്കില്ല. കാലവും കർമ്മവുമാണ് നമ്മുടെ ജനനത്തിനും മരണത്തിനും അതിനിടയ്ക്കുള്ള ജീവിതത്തിനും കാരണമായി നിൽക്കുന്നത്. കാലവും കർമ്മവുമാണ്. അതിന് ഒരു പരിധി വിട്ട് ജയിക്കാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല. അതുകൊണ്ട് ഏകം സ്ഥാനം വരെ എത്തിച്ച മരണസ്യ, ഈ ഒരു കാര്യം ഒഴിച്ച് വേറെ എന്ത് വേണമെന്ന് ചോദിച്ചു. മരണം ഒഴിച്ച് വേണം എന്ത് വേണമെന്ന് ചോദിച്ചു. അപ്പോഴാണ് അയാൾ മരിക്കാതിരിക്കാനുള്ള വഴിയില്ലെന്ന് ആലോചിച്ചു. അയാൾ ഒരു സ്ത്രീയുടെ കൈകൊണ്ട് മാത്രമേ തനിക്ക് മരണം സംഭവിക്കാവൂ എന്ന് പറയാൻ വിളിച്ചു. എന്താ അതിന് കാരണം എന്നാണെങ്കിൽ നല്ല ശക്തനാണ്. എൻ്റെ അത്ര ശാരീരിക ശക്തിയുള്ള ആൾക്കാരെ വേറെ ആരുമില്ല എന്നയാൾ ഉറപ്പിച്ചു. ഇനി ഉണ്ടെങ്കിൽ തന്നെ കഷ്ടിച്ച് ദേവന്മാരിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു സ്ത്രീ മൂലം മാത്രമേ എനിക്ക് മരണം ഉണ്ടാവൂ എന്ന് പറഞ്ഞാൽ ദേവന്മാരെന്നെ ഒന്ന് കൊണ്ടിരുന്നു. അപ്പോൾ സ്ത്രീകളെ തല്ലിടാൻ വന്നാലും അതിനെ തല്ലിയൊതുക്കാൻ വേണ്ടി വിഷമമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഇയാൾ ആവശ്യപ്പെട്ടു, തസ്മാന്മേ മരണം മൂലം കാമിന്യാത്മജ അപലാഹന്തുമാഹന്തം കഥം ശകതാ ഭവിഷ്യതി. അതുകൊണ്ട് ഒരു സ്ത്രീ മാത്രമേ എന്നെ കൊല്ലാവൂ എന്നാണ്. അത് വാക്ക് നോക്കണം. അപല ഹന്ത മാം ഹന്തും കഥം ശകതാ ഭവിഷ്യതി. ഒരു അബലയ്ക്ക് എങ്ങനെയാണ് എന്നെ കൊല്ലാൻ പറ്റുക? അബല എന്ന് പറഞ്ഞാൽ എന്താ? ചില ആൾക്കാർ പറയും സ്ത്രീ അബലയാണെന്ന് പറയും. ചില ആൾക്കാർ പറയും സ്ത്രീ തബലയാണെന്ന് പറഞ്ഞ് എടുത്തിട്ട് കൊട്ടുകയും ചെയ്യും. ഈ സ്ത്രീ അബല തബലയല്ല, അബലയാണ്. അബല എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ശക്തിയില്ലാത്തവളാണ് എങ്കിൽ അതല്ല. അസ്മാൻ ബലതര നാസ്തി. മഹാദേവൻ ഏറ്റുമാനൂരപ്പൻ ഏത് മൂർത്തിയായിട്ട് അറിയപ്പെടുന്നത്? അഘോരമൂർത്തി. അഘോരമൂർത്തി എന്ന് വെച്ചാൽ എന്താ? ഘോരമല്ലാത്തത് എന്നാണോ? അല്ല, അവിടെയുള്ള അസ്മാനങ്ങളൊക്കെ. അസ്മാൻ ഘോരതരം നാസ്തി. ഇതിലും ഘോരമായിട്ട് വേറൊന്നുമില്ല. അതുകൊണ്ടാണ് അഘോരം. ഇനിയിപ്പോൾ ഘോരമല്ലാത്തത് എന്ന് അർത്ഥം കൊടുക്കട്ടോ. ഭക്തന്മാരെ സംബന്ധിച്ച് ഒട്ടും പേടിക്കേണ്ടാത്ത സ്വരൂപം. മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുന്ന ആൾക്കാരപ്പോൾ അവർക്ക് ഇയാളെ കണ്ടാൽ തന്നെ പേടിയാകും. കാരണം ഇയാളെക്കാരും പേടിപ്പിക്കുന്ന ഒരാളില്ല. അതുകൊണ്ടെന്താ ബാധകളൊന്നും അവിടെ വരികയാണ്. അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ തീരുമാനമൊക്കെ എടുത്ത് പോയാൽ മതി. അഘോരമൂർത്തി. അപ്പം ഇതാണ് സ്ത്രീ. അബല എന്ന് പറഞ്ഞാൽ ബലമില്ലാത്തവൾ എന്ന് പറയാം. പിന്നെ അസ്മാൻ ബലതര നാസ്തി. ഇവളേക്കാളും ബലമുള്ള ആരുമില്ല. ഏത് കാര്യം കൊണ്ടാണ്? മനസ്സുകൊണ്ട്. പ്രകൃത്യാ ശരീരം കൊണ്ട് സ്ത്രീകൾക്ക് സ്വാഭാവികമായിട്ടൊരു പക്ഷേ പുരുഷന്മാരെക്കാളും ശക്തി കുറഞ്ഞേക്കാം. പക്ഷേ മാനസികമായിട്ട് നോക്കിയാൽ പുരുഷന്മാരെക്കാളും ശക്തി ആർക്കാ കൂടുക? സ്ത്രീകൾക്കാണ് കൂടുക. അപ്പോൾ ഇനി നമുക്ക് സ്ത്രീകളുടെ മുഖത്ത് നോക്കി ആരെങ്കിലും അബല എന്ന് വിളിച്ചാലും ഞാൻ അങ്ങനെ ബലമില്ലാത്തോളൊന്നുമല്ല, എല്ലാവരും കൈ നോക്കിട്ടോ, വെല്ലുവിളിക്കാൻ പോകണ്ട. ശരീരം കൊണ്ട് വെല്ലുവിളിയിൽ അവരെ ജയിക്കാം. പക്ഷെ മനസ്സുകൊണ്ട് സ്ത്രീകൾക്ക് ജയിക്കാൻ പറ്റുള്ളൂ. സാധാരണ വീടുകളിലൊക്കെ നോക്കിയാൽ അറിയാം, ഒരു അച്ഛനും അമ്മയും വയ്ക്കുക. ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അമ്മയാവും, സ്ത്രീയാവില്ല. ഭർത്താവിന് നേരത്തെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും.
അതിനിടയ്ക്കാവും കുട്ടികളുടെ കാര്യം നോക്കണം. ഭർത്താവിൻ്റെ ഏതെങ്കിലും കൂട്ടുകാരൻ വന്നാൽ തനിക്ക് കഴിക്കാൻ വച്ച ഭക്ഷണം കൂടി അയാൾക്ക് കൊടുക്കേണ്ടി വരും. ഒരു നേരം കഴിക്കാതിരിക്കേണ്ടി വരും. ഇതൊക്കെ സഹിച്ചുകൊണ്ട് ഒരു സ്ത്രീക്ക് മുന്നേറാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? മനസ്സിൻ്റെ ബലം കൊണ്ടാണ്. പുരുഷന്മാർക്ക് അത്ര ഉണ്ടാവില്ല. നീ തർക്കിക്കാൻ വന്നിട്ട് കാര്യമില്ല. കാരണം ഇത് എൻ്റെ വാക്കല്ല, പുരാണത്തിലെ വാക്കാണ്. എൻ്റെ വാക്കാണെന്ന് വെച്ചാൽ തർക്കിക്കാൻ വന്നോളൂ, ഇത് തോൽക്കാനൊരു വിഷമമില്ല. ഇത് പുരാണത്തിൽ പറഞ്ഞതായതുകൊണ്ട് ശാരീരികമായിട്ടുള്ള ശക്തി സ്ത്രീകൾക്ക് കുറയും. ആ കാരണം കൊണ്ട് സ്ത്രീകളെ അബല എന്ന് പറയാം. പക്ഷെ മാനസികമായിട്ടുള്ള ശക്തി സ്ത്രീകൾക്ക് കൂടും. അതുകൊണ്ടും സ്ത്രീകളെ അബല എന്ന് പറയാം. അപ്പം ഇയാളുടെ പ്രയോഗമാണ് അബല ഹന്തമാ ഹന്തും. അബലയായിട്ടുള്ള ഒരുവൾ എന്നെ കൊല്ലുന്നില്ലെന്നാണ്. എന്നുവെച്ചാൽ ഏറ്റവും ബലമുള്ളവളിൽ നിന്ന് എനിക്ക് മരണം സംഭവിക്കാവുന്നത്. അത് ഭഗവതിനെയാണ്. അറിയാതെ ചോദിച്ച വരം എന്ന് പറയേണ്ടി വരും. ഇയാൾ അറിഞ്ഞുകൊണ്ടൊന്നുമല്ല, ഇയാളുടെ ഓട്ടവിദ്യ ആയതുകൊണ്ടാണ് ഒരു സ്ത്രീ എന്നെ കൊല്ലരുത് എന്ന് പറഞ്ഞത്. അങ്ങനെ ഈ മഹിഷാസുരൻ സർവശക്തനായുള്ള ഒരു രാജാവായി മാറി എന്ന് പറഞ്ഞപ്പോൾ ജനമേജയം ചോദിക്കാം, മഹിഷ കസ്യപുത്ര, മഹിഷൻ ആരുടെ മകനാണ്? ഈ മഹിഷം എന്ന് പറഞ്ഞാൽ മഹിഷം എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ മഹിഷി എന്ന് പറഞ്ഞാൽ എന്താ? ഒരുമയില്ലെന്ന് ഭർത്താവ് ഭാര്യ വിളിക്കുന്ന പേര്. ഒരക്ഷരം വായിക്കാൻ മതി. ഒരുമയില്ലെങ്കിൽ ഭർത്താവ് ഭാര്യ വിളിക്കും, എരുമയെന്ന് വിളിക്കും. അത് മഹിഷി. അപ്പം മഹിഷം എന്ന് പറഞ്ഞാലോ എൻ്റെ ഭർത്താവ്, എരുമയുടെ ഭർത്താവാല പോത്തം. സന്തോഷമായി മൂത്തോട്ട് വിളിക്കാൻ പറ്റിയപ്പോൾ സന്തോഷമായി. കുറേ കാലം ആരെങ്കിലും മൂത്തോട്ട് ഇങ്ങനെ വിളിക്കണമെന്ന് ചോദിക്കുന്നില്ല. എന്തായാലും സന്തോഷിച്ചോളൂ. അപ്പോൾ മഹിഷാ പോത്ത്. അപ്പോൾ ഒരു പോത്തൊക്കെ ഒരു രാജാവാണ്. ഒരു അസുരൻ പോത്ത. മനുഷ്യന്മാരുടെ പോത്തന്മാരുണ്ട്, അസുരന്മാരുടെ പോത്തന്മാരുണ്ട്, പോത്തുകളിലും പോത്തന്മാരുണ്ട്. അപ്പോൾ അസുരന്മാരിലെ പോത്ത രാജാവാണ്. എന്താ അതിന് കാരണം എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് പണ്ട് ധനു എന്നൊരു അസുരൻ. ഈ ധനുവിൻ്റെ പേരൊക്കെ ഭാഗവതത്തിൽ പറയുന്നു, പേരൊക്കെ പറയുന്നു. ഈ ധനു അയാൾക്ക് 2 മക്കളുണ്ട്. ഒന്ന് രംഭൻ, ഒന്ന് കരമ്പൻ. ഈ രംഭനും കരമ്പനും കൂടിയിട്ട് ശക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ട് പുത്രൻ സന്താനോത്പാദനം കുട്ടികൾ ഉണ്ടാവണമെന്നൊക്കെ വിചാരിച്ച പഞ്ചതത്വത്തിലെ പുണ്യതീർത്ഥം, 5 തീർത്ഥങ്ങളിൽ ഒരു തീർത്ഥം, അതിൽ പോയി ഗംഭീരമായി തപസ് ചെയ്തു. അനവധി കാലം നിന്ന് 100 തപസ്. ഇതിങ്ങനെ വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങിക്കിടന്ന് തപസ് ചെയ്യണം. അപ്പോൾ ഒരു വിദ്യാഭ്യാസം മുകളിൽ നിന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ടത് ആരാന്നറിയോ? ദേവേന്ദ്രൻ. കുളിച്ച് കയറില്ലെന്നറിയാം. സാമാന്യ ആൾക്കാരാച്ചാൽ വെള്ളത്തിലിറങ്ങി കുളിച്ച് കയറും. കുളിച്ച് കയറില്ല വെച്ചാൽ അവൻ വെള്ളത്തിൻ്റെ അടിയിൽ പോയി തപസ് ചെയ്യാം. അതെന്തിനാ? അതെന്നെ ചവിട്ടി പുറത്താക്കാൻ തന്നെയുണ്ട്, വേറൊന്നുമില്ല. ഇരിക്കപ്പുറത്തില്ല. അപ്പോൾ നമ്മളൊക്കെ പുറത്തേക്ക് ഇറങ്ങിയാൽ ദേവേന്ദ്രൻ മുകളിൽ നിന്ന് നോക്കും, കുളിച്ച് കയറില്ലാവോ കയറില്ലാവോ. ദേവേന്ദ്രൻ നോക്കി കുറേ സമയം കഴിഞ്ഞിട്ട് ഒരു പോണ കാണാനില്ല. ചത്തുപോയ ബോഡി പോകുമല്ലോ, അതുകൊണ്ടാണ്. അപ്പം മനസ്സിലായി ഇത് എൻ്റെ സ്ഥാനം തട്ടിയെടുക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ വിട്ടാൽ പറ്റുള്ളൂ. ദേവേന്ദ്രൻ്റെ ഒറ്റ ചാട്ടം വെള്ളത്തിൽ. ഇതൊരു മുതലയായിട്ട് വന്നു. ഈ മുതലയായി വന്നിട്ട് അതിൽ കരമ്പനെ കൊന്നു. സഹോദരൻ മരിച്ചതോടുകൂടി രംഭൻ എന്തെന്നില്ലാത്ത വിഷമായി. അയാൾ വേഗം കരയ്ക്ക് ചാടി കയറി, സഹോദരൻ മരിച്ചു, ഞാൻ ജീവിക്കട്ടല്ലോ എന്ന് പറഞ്ഞ് തൻ്റെ ശിരസ് അറക്കാൻ, ശിരസ്സുണ്ട് മുറിച്ചുണ്ട് അഗ്നിയിൽ ഹോമിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ടു. നീ അങ്ങനെ മരിക്കൊന്നും വേണ്ട, എനിക്ക് എന്താ വരാൻ വേണ്ടത്, എന്ത് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു, എതി ദുഷ്ടോസി ദേവേശ, അങ്ങ് എന്നിൽ പ്രസാദിച്ചുവെങ്കിൽ ഞാൻ ചോദിക്കണ വരം എനിക്ക് തരണം. ശരി, ഞാൻ നിന്നിൽ പ്രസാദിച്ചു. എന്താണ് എനിക്ക് വേണ്ടത്? ത്രൈലോക്യ വിജയിയായിട്ടുള്ളൊരു മകൻ എനിക്കുണ്ടാവണം. ദേവന്മാരെ പോലും, കാരണം ദേവേന്ദ്രനാണ്. ഞങ്ങളിപ്പോൾ ദേവേന്ദ്രനെ ചവിട്ടി പുറത്താക്കി അവിടെ കയറിയിരിക്കാൻ തപസ്സിതൊന്നുമല്ല. കുട്ടികളുണ്ടാവാൻ വേണ്ടി മോഹിച്ചിട്ട് മാത്രമായിരുന്നു അവസ്ഥ. പക്ഷെ ദേവേന്ദ്രൻ ഒരു കാരണമില്ലാണ്ട് എൻ്റെ അനുജനെ കൊണ്ടില്ല. അതുകൊണ്ട് ദേവേന്ദ്രനെ എന്നല്ല, ആ ദേവന്മാരെ മുഴുവൻ തോൽപ്പിച്ച ഒരു ലോകത്തിൻ്റെ വിജയിയായിട്ട് വാഴുന്ന
ഒരു പുത്രൻ എനിക്കുണ്ടാവണം. അജേയ സർവദാസ്യാതെ ദേവദാനവ മാനവൈഹി. ദേവന്മാർക്കോ മനുഷ്യന്മാർക്കോ ആർക്കും അയാളെ കൊല്ലാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, കാമരൂപി മഹാവീര്യ സർവലോകാഭിവന്ദിത. അവന് ഇഷ്ടമുള്ള രൂപം സ്വീകരിക്കാനുള്ള കഴിവ് അവനുണ്ടാവാൻ വേണം. ഓ ശരി, ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ നിനക്ക് അങ്ങനെ ഒരു മകനുണ്ടാവും. അപ്പം ഞാൻ പോട്ടെ, ഞാൻ പോകാൻ പറ്റേ, നീന്റെ കാര്യമില്ല. മകനുണ്ടാവണമെങ്കിൽ ആദ്യം ഒരു ഭാര്യ വേണ്ടേ, ഒരു സ്ത്രീ വേണ്ടേ? അപ്പം എനിക്കതിനെ പറ്റിയൊരു സ്ത്രീ വേണം. എനിക്ക് ആരെയാണ് വേണ്ടത്? ഞാൻ ഏത് സ്ത്രീയെയാണോ ആദ്യം കാണുന്നത് അവളെ എനിക്ക് സന്താനം ഉണ്ടാവണം. ഓ ശരി, നീ ആദ്യം കാണുന്ന സ്ത്രീക്ക് ആ സ്ത്രീയോട് അന്തരിഷ്ടമായിട്ട് കാര്യമില്ല, അതിന് ഇഷ്ടം വേണ്ടേ? എന്നല്ലേ പറ്റുള്ളൂ. അപ്പം ഞാൻ ആദ്യം കാണുന്ന സ്ത്രീയെ എനിക്കിഷ്ടമാവണം, അതിന് ഇഷ്ടമാവണം, അതിലെനിക്ക് മകനുണ്ടാവണം. ശരി, അങ്ങനെ ആവട്ടെ തിരിച്ചു. ഇയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവിടെ എന്താ? ഒരു എരുമ. സ്ത്രീയാണല്ലോ, നോക്കണേ കഷ്ടകാലം. ഒരു എരുമയെ കണ്ടു. എരുമയെ കണ്ടപ്പോൾ എരുമയോടെ ഇയാൾക്കൊരു താല്പര്യം, അവൾക്കും കിട്ടുന്ന താല്പര്യം, വരം മേടിച്ചതാണല്ലോ. അങ്ങനെ ഇയാള് ഇവളെ എരുമയൊക്കെ മനുഷ്യക്കന്നി കൈ കണ്ട് മോഹിച്ച് അതിനെ സ്വന്തമാക്കി അവൾ ഗർഭിണിയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേറെയും പോത്തുകളുണ്ട്. ഈ ആ വശം മറ്റു പോത്തുകളൊക്കെ നമ്മുടെ ഇടയിലുള്ള പോലെ അതിനിടയിലുണ്ടല്ലോ അല്ലേ, എതിർലിംഗത്തിനോടുള്ള താല്പര്യം. മറ്റ് ചില പോത്തുകൾ ഈ എരുമയുടെ പിന്നാലെ, ഇയാളുടെ ഭാര്യയായിട്ടുള്ള എരുമയുടെ പിന്നാലെ വന്നു. ഒരു രക്ഷയില്ല. ഇവിടെ രക്ഷിക്കാൻ വേണ്ടി ഇയാൾ അനാമതി പരിശ്രമിച്ചു. അവസാനം എന്തുണ്ടായി ചോദിച്ചാൽ ഇയാൾ മരിച്ചു, രണ്ടൻ മരിച്ചു. മറ്റു മഹിഷങ്ങളിൽ നിന്നും രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് ഈ എരുമ അവിടുന്ന് ഓർമ്മ യക്ഷന്മാരുടെ നിവാസസ്ഥാനമായിട്ടുള്ള വടവൃക്ഷത്തിനടുത്ത്. യക്ഷന്മാരെന്ത് ചെയ്തു? ഒരു അവശയായിട്ടുള്ള ജീവിയല്ലേ എന്നുള്ള നിലയ്ക്ക് അതിനെ പരിചരിച്ചു. മറ്റ് മഹിഷങ്ങളെ ഇതിനെ ഉപദ്രവിക്കാത്ത രീതിയിൽ അതിനെ രക്ഷിച്ചു. കുറച്ചു കാലം കഴിഞ്ഞു ഈ മഹിഷി പ്രസവിച്ചു. അങ്ങനെ മഹിഷി പ്രസവിച്ചുണ്ടായ ഉണ്ണിയായതുകൊണ്ടാണ് എൻ്റെ പേര് മഹിഷാസുരൻ. ഓരോരോ വരൊക്കെ മേടിക്കുമ്പോൾ ആലോചിക്കണം, പിന്നെ അർത്ഥം പറ്റിയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലെന്നർത്ഥം. നമ്മുടെ മുമ്പിൽ ഏതൊക്കെ ആരൊക്കെ എങ്ങനെയൊക്കെ എപ്പോഴൊക്കെ എവിടുന്നൊക്കെ എന്തിനൊക്കെ വരുമെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അപ്പം ആദ്യം കാണുന്ന ആളെ നമുക്ക് തിരിക്കേണ്ട അർത്ഥവും. എന്തായാലും പ്രസവം കഴിഞ്ഞപ്പോൾ എന്തായി? ഇവരുടെ സതീധർമ്മം അനുഷ്ഠിക്കാൻ തീരുമാനിച്ചു. തീ ചാടി മരിക്കാം. ഭർത്താവില്ലാത്ത ഞാൻ ജീവിച്ചിരുന്നാൽ ഇനിയും ഇതേപോലെ ഇവിടെ എന്നും എന്നെ നോക്കൊന്നുമില്ലല്ലോ, ഞാൻ ഇവിടുന്ന് പോയി മറ്റ് മഹിഷങ്ങളെന്നെ ഉപദ്രവിച്ചാലോ, അതുകൊണ്ട് ഇനി ജീവിച്ചിരിക്കേണ്ട, പതിവ്രതയായിട്ട് തന്നെ മരിക്കണം എന്ന് ആര് വിചാരിച്ചു? ഈ എരുമ വിചാരിച്ചു. അങ്ങനെ ഒരു തീ കണ്ടപ്പോൾ അതിലേക്ക് അവളെ എടുത്ത് പിടിച്ചാണ്. അതിൽ നിന്നും ഒരു മഹിഷം എന്നുള്ള ഉയർന്നു പോകും. ഇവിടെ മറ്റൊരാളുകൂടി ഉയർന്നു വന്നു. ആ ഉയർന്നു വന്നാണ് ഈ ചാട്ടത്തിലാണ് നമ്മൾ പ്രസവിക്കുന്നത് കേട്ടോ. ഈ ഗർഭിണിയായിട്ട് ഇരിക്കുന്ന സമയത്താണ് ചാടുന്നത്. അവിടുന്നാണ് ഒരു ഉണ്ണി വന്നു. അവനാണ് മഹിഷാസുരൻ. ഒപ്പം തന്നെ വേറൊരുത്തനും കൊണ്ടിരുന്നു. അവൻ്റെ പേരാണ് രക്തബീജൻ എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ ബ്രഹ്മാവിനോട് അഗ്നിയോട് വരം മേടിച്ചിട്ടുണ്ടല്ലോ, ബ്രഹ്മാവിനോട് വരം മേടിച്ചിട്ടുണ്ടല്ലോ, ഇവൻ സർവ ജേതാവായിരിക്കണമെന്ന്. എന്തിനു പറഞ്ഞു? അസുരന്മാർ ഈ മഹിഷാസുരനെ നേതാവാക്കി. പാതാളത്തിൽ നിന്ന് നേരെ പോന്നു. ഭൂമി കണ്ടു. ഭൂമിയിലെ എല്ലാ രാജാക്കന്മാരെയും അവൻ തോൽപ്പിച്ചു. അതിനുശേഷം നേരെ പൊങ്ങി സ്വർഗത്തിലേക്ക്. ദേവേന്ദ്രൻ്റെ അടുത്തേക്ക് ഒരു ദൂതനെ പറഞ്ഞിച്ചു. കീഴടങ്ങുകയാണ് ഭേദം. കീഴടങ്ങിയില്ല വെച്ചാൽ അങ്ങക്ക് നശിക്കേണ്ടി വരും. അതുകൊണ്ട് കീഴടങ്ങിക്കോളൂ. അത് ശരിയാണോ? ഞങ്ങളുടെ നാട് നീ തട്ടിയെടുക്കുകയാണോ എന്നൊക്കെ ധർമ്മം പറഞ്ഞുകൊണ്ട് എനിക്ക് ത്യാഗം പറഞ്ഞിരിക്കണ്ട. നിങ്ങൾക്ക് അവകാശപ്പെട്ടത് ഞാൻ തട്ടിയെടുത്താൽ അത് അധർമ്മമല്ലേ, നീ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് ഒരാളെ വിടുന്ന. കാരണം എന്താ? തൻ്റെ സ്വഭാവം എനിക്കറിയാം. താൻ ധർമ്മത്തിലാണോ ജീവിക്കുന്നത്? അല്ല.
നിങ്ങൾ ധർമ്മത്തിലാണ് ജീവിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ അടുത്ത് ഞാൻ അധർമ്മം ചെയ്യാൻ പാടില്ല, അതെൻ്റെ തെറ്റാണ്. പക്ഷേ നിങ്ങൾ ധർമ്മത്തിലാണോ ജീവിക്കുന്നത്? ഇപ്പോൾ ഞാൻ ചോദിക്കില്ല, ഒറ്റ വാക്യവും ആ വാക്കിൻ്റെ ഉദ്ദേശമാണ്. ദേവേന്ദ്രൻ നിങ്ങൾ എന്താ വിളിക്കുന്നത്? അഹല്യാചാര, ബാക്കി പറയണ്ടല്ലോ. അഹല്യയുടെ ചാരപുരുഷനല്ലേ, ബാക്കി പറയേണ്ട കാര്യമല്ലോ. ഇത്തരം കൊള്ളരുതായ്മകളൊക്കെ ചെയ്യുന്ന ആളാണ് താൻ. എന്നെ പോലെ തന്നെ ഞാനും എൻ്റെ കൊള്ളരുതായ്മയുടെ കൂട്ടിക്കോളും. അതുകൊണ്ട് മര്യാദയ്ക്ക് അവിടെ ഇറങ്ങി പോകുക എന്നുള്ളത്, ഇറങ്ങി പോകാൻ വെച്ചാൽ തല്ല് കിട്ടാണ്ട് കഴിച്ചോട്ടാം. അഹല്യാചാര വിജ്ഞാതം ബലം തേ സ്വസംഗപ യുദ്ധസ്വാമം യത്രയലേരമതേ മനഃ. ആഗ്രഹിക്കുന്നത് എന്തും സ്വന്തമാക്കുന്ന ഒരാളാണ് ഞാൻ. അതിനുള്ള എല്ലാ ശക്തിയും എനിക്കുണ്ട്. അങ്ങനെ ശക്തനായി ഞാൻ പറയുന്നു, അവിടുന്ന് പോകോളൂ. ഇത് കേട്ടതോടുകൂടി ദേവേന്ദ്രൻ വെറുതെ വിടും. പിന്നെ ഏറ്റവും സ്വർഗത്തിൻ്റെ ഉയരത്തിലുള്ള സ്വർഗത്തിൽ ഇരിക്കുന്ന ദേവേന്ദ്രൻ താഴെ പാതാളത്തിൻ്റെ ഒരുത്തനെ വകവയ്ക്കൂ. നമ്മുടെ മുന്നില്ലേ മുകളിലിരിക്കുന്ന താഴെയുള്ള വകവയ്ക്കൂ? താഴെയുള്ള ആൾക്കാരെ ഇല്ല. അപ്പോഴൊക്കെ നമ്മളൊന്ന് ആലോചിക്കണം. എന്താ അശക്തന്മാർ പറയുന്നൊരു ഭാഷയുണ്ട്, ഭൂമി ഉരുണ്ടതാട്ടോ. അതിപ്പോൾ നീ പറഞ്ഞില്ലെങ്കിൽ എനിക്കറിയാമെന്ന്. എന്താ ഭൂമി ഉരുണ്ടതാണോ? പിന്നെ എന്തിനാ അവൻ പറഞ്ഞത്? ഈ ഭൂമി ഉരുണ്ടതാണ് എന്നുള്ള ഓർമ്മ വേണം. എന്തിനാത്? ഇന്ന് നമ്മൾ മുകളാണ്. ഇത് ഉരുളുമ്പോൾ എന്തായി? ഇന്ന് നമ്മൾ മുകളാണെന്ന് വെച്ച് താഴെയുള്ള ആരെയൊക്കെ ഉപദ്രവിച്ചോ ഒന്നുമില്ല, അവരൊക്കെ മുകളിൽ കയറും, നമ്മൾ താഴെയായി. മനസ്സിലെത്തിക്കോളും. ഇതിനാണ് ഭൂമി ഉരുണ്ടതാണ് എന്ന് പറയാൻ കാരണം എന്താണ്? അപ്പോൾ ഇവിടെ ദേവേന്ദ്രന് ആ ബോധമൊന്നുമില്ല. ഉയരത്തിലിരിക്കുന്ന എന്നെ എതിരിടാൻ ഒരുത്തനോ? ഇവൻ ഏത് ഭാഷ പറഞ്ഞു അക്കാര്യത്തിൽ ഞാൻ മോശമില്ല. ഹയാരേ തദ്ബലം ജ്ഞാതം തൃണാശസ്ത്വം ജടാകൃതി ശൃംഗയോത്തെ കരിഷ്യാമി സുദൃഢം ച ശരാസനം ദർപ്പശൃംഗാപലാപേസ്തി വിദിതം കാരണം മയാ വിഷാണേത്തെ പരീക്ഷിക്കുക സംഭരിഷ്യാമി തദ്ബലം. എടാ, നിന്റെ ബലം എത്തുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്താ കാരണം? തൃണാശ. അശനം എന്ന് വെച്ചാൽ എന്താ? കഴിക്കുക. നീ തൃണാശനാ എന്ന് വെച്ചാൽ എന്താ? നീ പുല്ല് തിന്നുന്നവനല്ലേ. ഈ പുല്ല് തിന്ന് വെള്ളം കുടിച്ച് നടക്കുന്ന നിനക്ക് എത്ര ശക്തി ഉണ്ടെന്ന് എനിക്കറിയാം. നീ എല്ലാം കൊണ്ട് വല്ലാണ്ട് എന്നോട് കളിക്കാൻ പറ്റണ്ട. തൃണാശസ്ത്വം ജടാകൃതി. പിന്നെ നിന്റെ ഈ അഹങ്കാരം എന്നുള്ളത് നിന്റെ കൊമ്പ് കൊണ്ടല്ലേ. അല്ലെങ്കിൽ ഇവർക്ക് കൊമ്പിന് ശക്തി കൊടുക്കില്ല. വാനരന്മാരുടെ ബലം വാലാണ് എന്നൊക്കെ പറയും. മനുഷ്യന്മാരുടെ ബലം എന്താ? അത് മനസ്സാണ്. ആരും അതിൻ്റെ പിന്നാലെ മാത്രം പോയില്ല. നമുക്കൊക്കെ ഏറ്റവും വലിയ ബലം എന്നുള്ളത് മനസ്സാണ്. ആ മനസ്സിൻ്റെ പിന്നാലെ അല്ലെങ്കിൽ ആ മനസ്സിൻ്റെ ബലത്തെ തിരിച്ചറിയാൻ നമ്മൾ ശ്രമിക്കില്ല. ഇവിടെ കൊമ്പുള്ള ജീവികളുടെ ബലം എന്താണ്? കൊമ്പാണ്. നീ നിന്റെ കൊമ്പിൻ്റെ ബലത്തിലാണ് എന്നെ ഇങ്ങനെ വെല്ലുവിളിക്കുന്നത്. എൻ്റെ ആയുധം കൊണ്ട് നിന്റെ കൊമ്പ് ഞാൻ മുറിച്ചു കളയും. അപ്പം നിന്റെ അഹങ്കാരം അതോടുകൂടി തീരും. ഇതാ ഞാൻ വിട്ടുതരാൻ തയ്യാറല്ല. ഓക്കെ, ഇവർ പറയുന്ന സംഭാഷണം എങ്ങനെയാണെങ്കിലും ഇതിലിപ്പോൾ എത്ര കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ലേ? ഈ ഇന്ദ്രനും മഹിഷാസുരനും തമ്മിൽ അങ്ങോട്ട് ഇവിടെ ചീത്ത പറയാം എന്ന് നമുക്ക് ഒറ്റ വാക്ക് പറഞ്ഞു പോയ കാര്യം കഴിയും. പക്ഷേ ഇങ്ങനെ ഒരു ദൂതനെ പറഞ്ഞിച്ചു. ദേവേന്ദ്രൻ തന്നെ ഇംഗ്ലീഷോയിൽ തന്നെ മഹിഷാസുരൻ യുദ്ധത്തിന് തയ്യാറായി. മഹിഷാസുരൻ യുദ്ധത്തിന് വേണ്ടി തയ്യാറായപ്പോൾ അവരുടെ കാര്യമില്ലേ, കൂടെ ആൾക്കാരുമില്ലേ? കുറച്ച് ആൾക്കാരെ കൂടെ കൂടിയാലല്ലേ ഇനി അഥവാ എന്തെങ്കിലും പരാജയം പറ്റിയാലോ? യുദ്ധത്തിന് പോയി മരിക്കില്ല എന്ന് പറയേണ്ട കയ്യെല്ലാം കഴിഞ്ഞാൽ അനങ്ങാൻ പറ്റാണ്ട് കുടുംബത്തിൽ കിടന്നിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. അപ്പം അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ കൂട്ടും. അപ്പോൾ ഇയാളെന്ത് ചെയ്തു? തൻ്റെ കൂടെ അസുരന്മാരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ദേവന്മാരെ ഒരു പാഠം പഠിപ്പിക്കണം. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ മുമ്പിൽ നിന്നുകൊണ്ട് നയിക്കാം, നിങ്ങളെൻ്റെ പിന്നാലെ നിന്നാൽ എന്നെ കൊന്നാലേ നിങ്ങളെ അവർ തൊഴിലൂ. എനിക്ക് അങ്ങനെ ദേവന്മാരിൽ നിന്ന് മരണം ഉണ്ടാവില്ല എന്ന് വരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാലും എനിക്ക് ഒറ്റയ്ക്ക് പറ്റായല്ല, എങ്കിലും ഒരു സപ്പോർട്ടും നിങ്ങളും കൂടി കൂടെ നിന്നാൽ മതി. അസുരന്മാർ വരാൻ തയ്യാറാവുന്നില്ല. കാരണം പലപ്പോഴും ദേവന്മാരെ അടിയുന്നതായിട്ട് അടി കിട്ടിയ നല്ല ഓർമ്മയില്ലേ. അപ്പം ഇയാൾ എന്ത് ചെയ്തു? അതേ ഇവിടുത്തെ കൊടുക്കില്ലാട്ടോ സ്വർണ്ണം എന്ന് പറഞ്ഞാൽ
ഇവിടെയൊക്കെ നമുക്ക് പാട്ട് ഡാൻസൊക്കെ വേണം, ടി വി വെക്കണ്ടേ? അവിടെ അതൊന്നും വേണ്ട. ആരെവിടെ എന്ന് പറയുമ്പോഴേക്കും അപ്സരസിൽ വരികയായി, ഡാൻസ് ചെയ്യാൻ പാകത്തിന് ഗന്ധർവന്മാരെ വരികയായി. അതൊക്കെ നേരിട്ട് കാണാം. ഈ റെക്കോർഡ് ചെയ്തതോ CD ഒന്നും വെച്ച് കാണേണ്ട കാര്യമൊന്നുമില്ലേ? പിന്നെ നമുക്ക് ധാരാളം അമൃത കുടിക്കാം, അത് ഇത് സ്വർഗത്തിലുള്ള സുഖങ്ങളെ പറഞ്ഞ് അതിനെക്കുറിച്ച് പറഞ്ഞ് പ്രലോഭിപ്പിച്ചു. ആരെ? അസുരന്മാരെ. ആലോചിച്ചു. പുരാണഭിനവം. ഇതാണ് പുരാണം. മുമ്പ് ഉണ്ടായിരുന്നതാണ്, പക്ഷെ ഇപ്പോഴുണ്ട്. ഇപ്പൊ അത് കിട്ടുന്നുണ്ട്. പഴയതാവുന്നില്ലേ, പുതിയതാവുന്നു. ഇതാണ് പുരാണം. ഇന്നും ഇതുപോലെ അനവധി മനുഷ്യാസുരന്മാരില്ലേ? പക്ഷെ അവരുടെ പേര് മാറുന്നു മാത്രം, സ്വഭാവം മാറില്ല, പേരുകൾ മാറും. അന്ന് തൻ്റെ കൂടെയുള്ള അസുരന്മാരെയാണ് പ്രലോഭിപ്പിച്ചിരുന്നത് സ്വർഗത്തിനെ കുറിച്ച് പറഞ്ഞ്. ഇന്നും ഇല്ലേ? ഇവരുടെ വേദത്തിന്റെ പേരൊക്കെ പറയും, ലൗകികാരെന്നൊക്കെ പറയാം. നിങ്ങളുടെ മതത്തിലുള്ളതൊക്കെ തെറ്റാണ്, നിങ്ങളുടെ മതത്തിലേക്ക് വരൂ, നിങ്ങൾ സ്വർഗത്തിലെത്താം, സ്വർഗത്തിൽ അതാണ് ഇതാണ്. അവിടെ മദ്യപ്പുഴയുണ്ട്, അമൃതിൻ്റെ പുഴയുണ്ട്, നമ്മളെ സൽക്കരിക്കാൻ ഇത്ര ആൾക്കാരുണ്ട്. ഈ തീവ്രവാദികളൊക്കെ ചത്ത അവിടെ പോയാൽ എന്തൊക്കെയോ വിട്ടു വിരിച്ചിട്ടാണ് ഇവിടുന്ന് പറഞ്ഞ് പൊട്ടിത്തെറിക്കുന്നത്. അന്ന് ഇന്നും ഒരു വ്യത്യാസമില്ല. ആളുകളുടെ പേര് മാറിയില്ല. അന്ന് മഹിഷാസുരനായിരുന്നു ഇങ്ങനെ സ്വർഗസുഖം പറഞ്ഞ ആളുകളെ പ്രലോഭിപ്പിച്ച് തൻ്റെ കൂടെ കൂട്ടിയത്. ഇന്നും ഇതേപോലെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിലെ ഈ ഒരു പ്രശ്നം പുതിയൊരു പ്രശ്നമല്ല, മുമ്പേ ഉള്ള പ്രശ്നമായിരുന്നു. എല്ലാവരും ഇതൊക്കെ കേട്ടതോടുകൂടി ഇവര് തയ്യാറായി ശുക്രാചാര്യരെ ഗുരുനാഥനായി കണ്ടുകൊണ്ട് അവർ യുദ്ധത്തിന് തയ്യാറായി. ആ സമയത്ത് ദേവന്മാർ ആലോചിച്ചു, അസുരന്മാർ യുദ്ധത്തിന് വരുന്നുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തു. ആര്? നാരദൻ. അപ്പൊ ദേവേന്ദ്രൻ ആലോചിക്കുക, അവൻ നിസ്സാരക്കാരനല്ല. അവൻ എത്ര നിസ്സാരക്കാരനായെന്ന് വെച്ചാൽ അവനെ കൂടെ ഒന്ന് യുദ്ധം ചെയ്യാനുള്ള ധൈര്യമൊന്നും ഉണ്ടാവില്ല. ദുർബലോപിച്ച ചോപേക്ഷ ശത്രു ബലവതാസുരാഹ വിശേഷേണ സദോദ്യോഗി ബലവാൻ ബലവർദ്ധ. നമ്മളെ വെല്ലുവിളിക്കുന്ന ഒരുവൻ, അവൻ ഇത്തിരി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതിനെ നമ്മൾ ഗൗനിക്കാതിരിക്കരുത്. കാരണം അവന് നമ്മളെ വെല്ലുവിളിക്കണം എന്തെങ്കിലും ഒരു ശക്തി അവിടെ ഉണ്ടാവും. അല്ല എങ്കിലോ നമ്മുടെ കഷ്ടകാലം. നമുക്ക് കഷ്ടകാലാണ് എങ്കിൽ നമ്മളെക്കാളും ശക്തി ഇല്ലാത്തത് ശ്രമിച്ചാലും നമ്മളെ തോൽപ്പിക്കാൻ പറ്റും. അപ്പൊ ഒന്നുകിൽ നമ്മുടെ കഷ്ടകാലം കൊണ്ടാവാം അവൻ നമ്മളെ വെല്ലുവിളിക്കുന്നത്, അല്ലെങ്കിൽ അവൻ്റെ പിന്നിൽ അത്രയും വലിയ ശക്തിയുണ്ട്. അതുകൊണ്ട് ശത്രു നിസ്സാരക്കാരനാണെന്ന് വിചാരിച്ച് പരീക്ഷിച്ചതല്ലേ പറ്റിയത്. ഈ പുഴു അതൊരു പുഴുവല്ലേ, ആ പുഴു നിമിഷ നേരം കൊണ്ട് കർഷകനായി പരീക്ഷിച്ചല്ലേ കഥ കഴിച്ചുള്ളേ. നമ്മൾ സാധാരണ പറയാറുണ്ടല്ല, ഞാനൂറും പത്തി വിടർത്തും. ഗ്രഹണ സമയത്തെ ഞാനൂറും പത്തി വിടർത്തും എന്ന് പറയും. അപ്പൊ ആ ഒരു ചില സമയത്ത് ചില ജീവികൾക്ക് ശക്തി കൊടുക്കും. ഇത്തിരി ഒരു പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ ഗവനിക്കേണ്ട സാധനമാണ് എന്ത്? കൊതുക്. ഈ സാധനം എത്ര രോഗപരത്തുണ്ടെന്ന് ആലോചിച്ചു. കാണുമ്പോൾ ഇത്തിരി ഉള്ളൂല്ലേ, അതിന് ആയുസ്സും കുറച്ച് സമയത്തേക്കുള്ളൂ. ഇന്നലെ കണ്ട കൊതുകിനൊന്നും കാണാൻ പറ്റില്ല, അതിനെത്ര സമയം ജീവിച്ചിരിക്കുക, അത് കഴിഞ്ഞാൽ ചത്തു പൊക്കോളും നമ്മൾ ഒന്നില്ലെങ്കിലും. പക്ഷെ ആ കുറച്ച് സമയം കൊണ്ട് കൊതുക് എത്ര രോഗം പരത്തുന്നു എന്ന് ആലോചിച്ചു. കാണുമ്പോൾ കൊതുകിനേക്കാൾ ശരീരത്തിനൊക്കെ എത്ര വലുപ്പുണ്ട്, ആ കൊതുകിനേക്കാൾ എത്ര ശക്തിയുണ്ടെന്ന് ആലോചിച്ചു. പക്ഷെ ദുർബലോപി ഉപേക്ഷ, ശത്രു ദുർബലനാണ്, അല്ലെങ്കിൽ നമ്മളെ വെല്ലുവിളിച്ചവൻ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഒരിക്കലും അവനെ ഗൗനിക്കാതെ വിടരുത്. നമുക്ക് അപകടം വന്നേക്കാം. അവനെ അങ്ങോട്ട് അട്രാക്ട് ചെയ്തില്ലെങ്കിലും ഇങ്ങോട്ടൊരു ആക്രമണം വന്നാൽ അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തി നമ്മൾ ഉണ്ടാക്കാം. അവനെ ആക്രമിക്കാനല്ല പറയുന്നത്. അപ്പൊ എന്ത് വേണം? ഉദ്യമ കില കർത്തവ്യോ യഥാബുദ്ധി യഥാബലം ദൈവാധീനോ ഭവേ മൂലം ജയോ ബാധ പരാജയ. അപ്പൊ എന്തേ വേണ്ടത്? പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മൾ നിക്ഷേപമായിട്ടുള്ള കർത്തവ്യമാണ്. ബുദ്ധിയുള്ള ആൾക്കാർ ബലത്തിനനുസരിച്ച് പ്രവർത്തിക്കുക, അതാണ് വേണ്ടത്. ജയിക്കുകയോ ഇല്ലയോ എന്നുള്ളത് അത് ദൈവാധീനത്തിനനുസരിച്ചിരിക്കും. പക്ഷെ പ്രയത്നിക്കണം എന്നുള്ളത് ഉറപ്പ്. പ്രയത്നിച്ച ആളെ ജയമായാലും സുഖമായാലും കിട്ടും, ഇല്ലെങ്കിൽ അത് ഉണ്ടാവില്ല.
അപ്പൊ ഒന്നുകിൽ നമുക്ക് അയാളോട് യുദ്ധം ചെയ്യാം. എന്താ വേണ്ടേ? ദേവസ്വത്തിൽ ആലോചനയാണോ? അപ്പോ നമുക്ക് യുദ്ധത്തിന്റെ ആവശ്യമില്ല. യുദ്ധത്തിന്റെ കഷ്ടപ്പാടൊക്കെ നമുക്ക് അറിഞ്ഞൂടെ? ഈ കയ്യും കാലം ഒടിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കണം, ആ സമയത്ത് ഡാൻസും പാട്ടൊന്നും കാണാൻ പറ്റില്ല, വെറുതെ കഷ്ടപ്പാടല്ല. നമുക്ക് അവനോടൊരു സന്ധി ആയിക്കൂടെ? അവൻ എന്തെങ്കിലും കുറച്ച് പുറത്തോ ഒതുങ്ങി പൂച്ച പോകണേ, സന്ധി ആയിക്കൂടെ? അപ്പോൾ സന്ധി ചെയ്തിട്ട് കാര്യമില്ല. നല്ലവരോട് സന്ധി ചെയ്തിട്ട് കാര്യമുള്ളൂ. ദുഷ്ടന്മാരോട് സന്ധി കൂടിയിട്ട് യാതൊരു കാര്യമില്ല. സന്ധിയോഗോ നാസ്തി ഖലേ സന്ധി നിരർത്ഥക സർവദാ സാധുകാര്യം വിചാരിച്ച. അതുകൊണ്ട് ദുഷ്ടന്മാരോട് സന്ധി ഉണ്ടാക്കിയിട്ട് യാതൊരു പ്രയോജനമില്ല. സന്ധിക്ക് പോവുകയല്ല വേണ്ടത്. അതുകൊണ്ട് നമുക്ക് എന്ത് വേണമെന്നാണ് എല്ലാവരും കൂടി ബൃഹസ്പതി ചെന്ന് കണ്ടു. ആ ബൃഹസ്പതി തന്നെയാണ് പറഞ്ഞത്, എന്താ, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ആദ്യം ധൈര്യം അവലംബിക്കുക. അവർ വെല്ലുവിളിച്ചുകളോ എന്നോർത്ത് നമ്മളെക്കാളും ശക്തി അവർക്ക് കൂടുകയാവോ നമ്മൾ തോൽക്കുകയോ ആ ടെൻഷൻ ആദ്യം ഇല്ലാണ്ടാക്കുക. യുദ്ധത്തിലെ ഏറ്റവും വേണ്ട ഒരു പാഠമാണ്. നമ്മൾ പഠിക്കേണ്ട പാഠമാണ്, പഠിപ്പിക്കേണ്ട പാഠമാണ്. അതെ, കുട്ടികളെ പരീക്ഷ പറഞ്ഞിട്ട് നീ മര്യാദയ്ക്ക് പഠിച്ചോ, തോറ്റാണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിച്ചാൽ ഈ വായിക്കണമെന്നൊരു ഉള്ളിൽ കയറിയ ആദ്യം അതരുത്. ഒരു അമ്മ എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് മനോരമയുടെ കഥയിലൂടെ പറഞ്ഞൊന്നുമില്ലേ? മകന് ദൈവീക കവചം ഉപദേശിച്ചു കൊടുക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാക്കിയല്ല വേണ്ടത്. ചില ഡോക്ടർമാരെങ്ങനെയാണല്ലോ, നമ്മളൊന്ന് ടെൻഷൻ നടത്തും, ആ ടെൻഷൻ മാറാൻ 5-6 മരുന്നും കൂടി എഴുതാറ്. ചില ആൾക്കാരങ്ങനെയല്ല, ശരിയാക്കാനേ സാരില്ല, കുളികൾ എടുക്കും, മാറും. ഇതൊക്കെ മാറ്റാനല്ലേ എന്തുകൊണ്ടിരിക്കണം, പേടിക്കുന്നു വേണ്ട എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മാറും. ചില അസുഖങ്ങളൊക്കെ ആധ്യാത്മികമായ ഭൗതികമായ ദൈവികമുണ്ട്, ആധ്യാത്മികത്തിലുള്ളതാണ് അസുഖങ്ങളൊക്കെ. ആലോചിച്ചാൽ മനസ്സിലാവും. ഒരു അതിപ്രശസ്തമായിട്ടുള്ള വൈദ്യനുണ്ട്, ആയുർവേദ വൈദ്യനാണ്. അപ്പോൾ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ പൂജ ഉണ്ടാവാറുണ്ട്, സപ്താഹങ്ങളുണ്ടായിട്ടുണ്ട്, ലോക പ്രശസ്തം കൂടിയാണത്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ മരുന്ന് എന്തുള്ളതാണ്, ഈ മരുന്ന് എന്തുള്ളതാണ്, ഈ മരുന്ന് എന്തുള്ളതാണ്, ഓരോ ലേഖ്യവും കഷായവും എഴുതിയപ്പോൾ അതെന്തുള്ളതാണ്, ഇതെന്തുള്ളതാണ് ചോദിക്കുക. അപ്പം അദ്ദേഹം കഴിച്ചാലും ഒക്കെ മാറുന്നുണ്ട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇന്ന രോഗത്തിനാണ് ഇന്ന മരുന്നെന്ന് പറഞ്ഞാൽ നല്ല കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇന്ന രോഗിയാണ് എന്ന് എൻ്റെ ഉള്ളിൽ തോന്നലുണ്ടാവും. പിന്നെ ഞാൻ എപ്പോൾ മരുന്ന് കഴിച്ചതിന് കാര്യം 2 തുമ്മൽ കൂടുതലുണ്ടായാൽ ആ രോഗം മുഴുവൻ മാറിയിട്ടുണ്ടാവില്ല അല്ലേ, ആ രോഗം ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. അതുകൊണ്ടാവുന്നതല്ലേ ഈ തോന്നൽ ഇങ്ങനെ ഉള്ളിൽ കിടക്കുന്നത്. ആലോചിച്ചറിയാം, ആദ്യം രോഗം പോകേണ്ടത് മനസ്സെന്നാണ്. മനസ്സെന്നാണ് ആദ്യം രോഗം പോകുന്നത്. ഈ മനസ്സിൽ നിന്ന് രോഗചിന്ത പോയില്ല, ശരീരത്തിൽ നിന്ന് രോഗം മാറിയിട്ടും കാര്യമില്ല. അതാണ് ആദി വ്യാധി ഗീതം. ആദിച്ച ടെൻഷൻ, മനസ്സിൻ്റെ അനാവശ്യമായിട്ട് ചിന്തകൾ. ഈ ദുശ്ചിന്തകളാണ് വ്യാധിയായിട്ട് അസുഖമായിട്ട് ശരീരത്തിനെ ബാധിക്കുക. അപ്പം അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, മരുന്ന് കഴിച്ചാൽ ഒക്കെ മാറും. അപ്പോൾ നമ്മൾ ഡോക്ടറെ കാണുമ്പോൾ ഇതെന്താ ചോദിക്കാൻ പോകണ്ടെന്ന് നമ്മൾ ആ രോഗിയാണെന്ന് തോന്നിയ പ്രശ്നം. അത് അടുത്തുകൂടെ പോകുന്നത് മനസ്സിലെത്തണം, അത് വേറെ കാര്യം. പക്ഷേ ഈ രോഗിയാണെന്ന് തോന്നിയ എന്താ പ്രശ്നം. അപ്പോൾ എന്തായാലും കൂടെ നമുക്ക് ആദ്യം വേണ്ടത് എന്താ, സമാധാനമല്ലേ. അപ്പോൾ കുട്ടികളോട് അങ്ങനെ പറയും, നിങ്ങൾ പരീക്ഷ ഒന്നും നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, നീ ഇന്നലെ നമുക്ക് പഠിക്കണമെന്ന് ഞാൻ കണ്ടു, എനിക്ക് സംശയമെന്ന് വേണം, ഒന്നും കൂടി വായിച്ച് ഉറപ്പിച്ചോ, ഞാൻ വേണമെങ്കിൽ നിൻ്റെ കൂടെ ഇരിക്കാൻ. അപ്പോൾ നിന്റെ സംശയമൊക്കെ മാറില്ലേ, എനിക്ക് നന്നായിട്ട് ജയിക്കാനൊക്കെ പറ്റും എന്നൊരു ആത്മവിശ്വാസം കൊടുത്താൽ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ കുട്ടികളിൽ ഓർമ്മ വരും. പരീക്ഷയ്ക്ക് മാർക്കെങ്ങാനും കുറഞ്ഞ് നീങ്ങട് കാലെടുത്ത് കുത്തിയാടണം, കാലിൽ ഞാൻ വെട്ടുന്നൊക്കെ പറഞ്ഞാൽ ടെൻഷനാണ്. ഈശ്വര, ഇതില്ല ഉത്തരം, ഇതാവോ അതാവോ ഇതാവോ, ടെൻഷൻ കയറും കുട്ടികൾക്ക്. ഉത്തരം അറിയാമെങ്കിലും കുട്ടികൾക്ക് ഉത്തരം എഴുതാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് വ്യസനേക സമൽപ്പന്നേത്യാദ്യം ധൈര്യമാശുവൈ ജയാജയോ സുരാധ്യക്ഷ
ദൈവാധീനോ സദൈവ ഹി സ്ഥാതവ്യം ധൈര്യമാലംബ്യ തസ്മാൽ ബുദ്ധിമതാ സദാ ഭവിതവ്യം ഭവത്യേവ ജാനന്നേവ ശതക്രതോ. എന്താണ് പറഞ്ഞത്? വ്യസനേക സമൽപ്പനെ. ദുഃഖം വന്നാലും എന്തിനെ കൈവിടാൻ പാടില്ല? ധൈര്യത്തിനെ കൈവിടരുത്. ധൈര്യത്തിനെ കൈവിടുന്നാൽ കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ധൈര്യമായിരിക്കണം. നമ്മുടെ കുട്ടികൾക്ക് പുതിയൊരു ധൈര്യമാണ്. ഒരിക്കലും അവർക്ക് ടെൻഷനല്ല കൊടുക്കുന്നത്. ടെൻഷൻ കൊടുക്കരുത്. ഇപ്പോഴേ ടെൻഷൻ അവരുടെ ഉള്ളിൽ കയറ്റി വെച്ചാൽ ദിവസം കഴിയുന്നതോറും നമ്മൾ കുറച്ച് കൊടുത്താൽ ബാക്കി അവരായിട്ട് നൽകുള്ളൂ. നമ്മൾ കുറച്ച് ടെൻഷൻ കൊടുത്താൽ ബാക്കി ടെൻഷൻ കുട്ടികളായിട്ട് അവർക്ക് ഇങ്ങനെ തോന്നും. ഓരോ പ്രശ്നങ്ങളിങ്ങനെ തോന്നി ടെൻഷൻ്റെ ഓരോ കൂടാരങ്ങളായി മാറും. അതുകൊണ്ട് ഒരിക്കലും വരരുത്. ഒരുപക്ഷെ ജയിച്ചേക്കാം, തോറ്റേക്കാം, അതൊക്കെ ദൈവാധീനം അനുസരിച്ചിരിക്കും. പക്ഷെ നമ്മൾ പ്രവൃത്തി ചെയ്യാനാണ് വേണ്ടത്. ഏതെങ്കിലും മനുഷ്യന്മാർക്ക് വെറുതെ ഇരുന്ന മോക്ഷം കിട്ടിയിട്ടില്ല. വെറുതെ ഇരിക്കുന്ന ആൾക്കൊക്കെ താൻ വെറുതെ ഇരിക്കണത് എന്നാൽ കുറച്ച് മോക്ഷം കിട്ടിച്ചോളാം. കിട്ടുമോ? മോക്ഷം കിട്ടണമെങ്കിൽ അതിനെ പോലും മഹർഷീശ്വരന്മാരെ പോലും പ്രയത്നിക്കണം. അപ്പൊ പ്രയത്നിക്കാതെ നമുക്ക് ഒന്നും തന്നെ നമ്മുടെ കൂടെ വരില്ല. പ്രയത്നം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യം. ദൈവാധീനം ച ജാനന്തോ യോഗധ്യാനപരായണ തസ്മാൻ സദൈവ കർത്തവ്യോ വ്യവഹാരോദ്യമ. ഒരുപക്ഷെ സുഖമായിരിക്കാനുണ്ടാവുക പ്രവൃത്തി കൊണ്ട്, ഒരുപക്ഷെ ദുഃഖമായിരിക്കാനുണ്ടാവുക. എന്തൊക്കെ തന്നെയായാലും പ്രവർത്തിക്കാനുണ്ട്. ഈ പ്രവർത്തിക്കാതെ സുഖം കിട്ടിയില്ല, അതിലൊരിക്കലും അഹങ്കരിക്കരുത്. പ്രവർത്തിക്കാതെ കിട്ടുന്ന സുഖം ഇരട്ടി ദുഃഖത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുക. ഒരു പണിയെടുക്കാണ്ട് അതൊക്കെയാണ് ലോട്ടറി. ലോട്ടറി അടിച്ച കേമല്ലേ. പക്ഷെ ലോട്ടറി അടിച്ചിട്ട് ജീവിതം മുഴുവൻ നേരെ ആരെങ്കിലും ഉണ്ടാവും. 10 ഉറുപ്പിക കിട്ടിയാൽ അവൻ്റെ ഉള്ള പൈസ കൂടി പോകും. കാരണം എന്തായാലും കുറച്ച് കാശ് കിട്ടിയില്ല. ഒന്നിലും ബന്ധുക്കൾ ചോദിക്കുക, അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ കയ്യിൽ കാശില്ലേ. അവസാനം നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ കുത്തുപാലെടുത്ത് നടക്കേണ്ടി വരും. പെട്ടെന്ന് നമ്മൾ അതേപോലെ വെള്ളപ്പൊക്കം ഉണ്ടായിരിക്കാം. വെള്ളപ്പൊക്കത്തിൽ കുറേ വെള്ളം കയറി വന്നു. ആ വെള്ളം കൊണ്ട് നമുക്ക് ഉപകാരമുണ്ടോ? ഇല്ല. അത് ഇറങ്ങിപ്പോയാലോ കുറേ ചളി അവിടെ ബാക്കിയിട്ടുണ്ടാവും. ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതുപോലെ നമ്മൾ പ്രവർത്തിക്കാതെ നമുക്ക് സുഖം വരുന്നുവെങ്കിൽ അതിനെ അനുഭവിക്കാൻ ഒരാൾ നിൽക്കരുത്. അങ്ങനെ സുഖം വന്നാൽ ഒരിക്കലും അതിൽ അഹങ്കരിക്കാനും പാടില്ല. നത്ര ദൂഷണം നസ്യ ദൈവാധീനേ ശരീരിണി കാര്യസിദ്ധി സൈന്യസ്തി നമന്ത്രേ നശമന്ത്രണേ. അങ്ങനെ കുറേ ഉപദേശങ്ങൾ കൊടുത്തു. ആ ഉപദേശങ്ങൾ കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ഉപദേശം കൊടുത്തു. എന്താണ്? ഇന്നലെ പറഞ്ഞു. ഈ ദേവീ ഭാഗവത്തിൽ പറയുന്നു. ഇന്നലെ പറഞ്ഞു നമുക്ക് ദുഃഖം ഉണ്ടാവില്ല. ദുഃഖമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ദുഃഖമില്ലാത്ത ആരും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ദുഃഖം മാറ്റാൻ എന്താ വഴി? ദുഃഖതേ സുഖദേവാമി അത്ര തൗ ന വിചിന്തയേ. ദുഃഖേ ദുഃഖാധികാൻ പശ്യേൽ സുഖേ പശ്യേൽ സുഖാധികാൻ. ഒരു പാർക്കിൽ ഒരാളിരിക്കുക, ഇങ്ങനെ കരയുക. എന്തിനാണോ ഞാൻ കരയണേന്ന് അപ്പുറത്തെ ബെഞ്ചിലിരിക്കുന്ന ഒരാൾ എൻ്റെ ചെരുപ്പാലും ഇട്ടുകൊണ്ട് പോയി. അപ്പോൾ താൻ കരയേണ്ടത് ചെരുപ്പില്ലാത്തതുകൊണ്ടാണ് ഞാൻ കരയണത്. ചെരുപ്പില്ലാത്തതുകൊണ്ടാണോ? എന്നാൽ താൻ വീട് നോക്കുകയെന്ന് പറഞ്ഞാൽ അയാൾ ഡ്രസ്സ് മാറ്റിയിട്ടല്ല, അയാൾക്ക് കാലനില്ല, കാൽപാദം തന്നെ ഇല്ല. അപ്പോൾ ഇയാൾ ദുഃഖം തോന്നില്ലേ? എന്തായാലും ചെരുപ്പില്ലാന്നല്ലേ ഉള്ളൂ, കാലുണ്ടല്ലോ. അപ്പൊ നമുക്ക് ദുഃഖം വന്നാൽ എന്ത് വേണം? നമ്മളെക്കാളും അധികം ദുഃഖിക്കുന്ന ആൾക്കാരെ കുറിച്ച് ചിന്തിക്കുക. അപ്പൊ നമുക്ക് തോന്നും ഈശ്വരാധീനം കൊണ്ട്, ഈശ്വരാഗ്രഹം കൊണ്ട് എനിക്ക് ഇത്രയല്ലേ പറ്റിയുള്ളൂ. ഇതേ നമ്മുടെ ദുഃഖം മാറ്റാൻ വഴിയുള്ളൂ, അല്ലാണ്ട് ഒരു വഴിയില്ല. നമ്മളെക്കാളും ദുഃഖിക്കുന്ന ആൾക്കാർ ലോകത്തിൽ എത്രയുണ്ടെന്ന് ആലോചിച്ചു കൊടുക്കും. നമുക്കതില്ല അതില്ല എന്നൊക്കെ പറഞ്ഞത് ദുഃഖിക്കും. കാരണം എന്താ? മറ്റുള്ളവരെ കാണുമ്പോൾ അവരെ പോലെ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മളെപ്പോലെ നമ്മൾ അത്രയും കൂടി ഇല്ലാത്ത എത്ര ആൾക്കാർ ഭൂമിയിലുണ്ടെന്ന് ആലോചിച്ചു കൊടുക്കും. അവരെയൊക്കെ ആലോചിക്കുമ്പോൾ നമ്മളൊക്കെ സ്വർഗത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. കിടക്കാൻ വീടില്ലാതെ, കൊടുക്കുന്നതിന് മറുപടിയില്ലാതെ, വിശപ്പടക്കാൻ നേരാനേരത്തിന് ഭക്ഷണം പോലും കിട്ടാതെ എത്ര ആളുകൾ ഈ ലോകത്തിൽ കഷ്ടപ്പെടുന്നു. അവരെയൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നും എന്താ ദുഃഖമൊന്നും ദുഃഖമേ അല്ലാട്ടോ
എന്ന് തോന്നും. അതാണ് പണ്ടുള്ള ആൾക്കാർ പറയാം, എന്താ താഴത്തേക്ക് നോക്കി നടക്കണമെന്ന്. ഒറ്റ വാക്യം വരെ എത്ര അർത്ഥങ്ങളാണെന്ന് ആലോചിച്ചത്. താഴത്തേക്ക് നോക്കി നടക്കണം എന്ന് പറഞ്ഞാൽ വീഴാണ്ടിരിക്കാം. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ സ്ഥലത്ത്, പ്രത്യേകിച്ച് പണ്ട് കുഴപ്പമില്ല. ഇപ്പം ഈ ടൈലും അതും ഇതും ഇട്ടിട്ട് താഴത്ത് വെള്ളം തുറന്ന് വെള്ളം കെട്ടിയെടുക്കണമെന്ന് അറിയില്ല. പടിക്കും ഈ നിലത്തിനും ഒരേ കളറാണെങ്കിൽ ഈ പടി വരണത് അറിയില്ല. ഒരേ നിറമല്ലേ, കണ്ണ് ഇരിക്കില്ല ചിലപ്പോൾ. അതുകൊണ്ടാണ് താഴത്തേക്ക് നോക്കി നടക്കണം, വീഴാണ്ടിരിക്കാം. എന്ന് മാത്രമല്ല, നമ്മളെക്കാളും താഴെയും കുറേ ആൾക്കാരുണ്ട്. ഭൂമി വീഴുന്നതാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അതിലേക്ക് വീണ് പോയിട്ട് വന്നേക്കാം. അപ്പം അതൊക്കെ ഒന്ന് മനസ്സിരുത്തി മാത്രം നടക്കുക. അതാണ് താഴത്തേക്ക് നോക്കി നോക്കൂ. കുട്ടികളോട് പറയാല്ലേ, കുട്ടികൾ എങ്ങനെ വീഴാൻ പുറപ്പെട്ട, നിന്നോടല്ല ഞാൻ പറഞ്ഞ താഴത്തേക്ക് നോക്കി നടക്കാൻ എന്ന് പറഞ്ഞാൽ കേവലം താഴത്തേക്ക് നോക്കി നടക്കുക എന്ന് മാത്രമല്ല ഉദ്ദേശം. അതിൻ്റെ പിന്നിൽ ഇങ്ങനെ അനവധി കാര്യങ്ങളുണ്ട് എന്നർത്ഥം. സുഖേ പശ്യേയ സുഖാധിക. അപ്പം നമുക്കൊരു സുഖം വന്നാലോ, അവനില്ലാത്തത് എനിക്ക് കിട്ടി, അഹങ്കരിക്കേണ്ട, എന്നെക്കാളും ഉള്ളവർക്ക് അർത്ഥത്തുണ്ട്, അപ്പം എനിക്ക് അഹങ്കരിക്കാനുള്ള കിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ സുഖം വന്നാൽ അതിൽ അഹങ്കരിച്ചാൽ നമുക്ക് നാശമാണ്. ദുഃഖം വന്ന് ദുഃഖിച്ചാൽ നമുക്ക് നാശമാണ്. സുഖം വന്ന് അഹങ്കരിച്ചാലും നമുക്ക് നാശമാണ്. അപ്പോൾ ഈ സുഖവും ദുഃഖവും നമ്മളെ ബാധിക്കാതിരിക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് ദുഃഖേ ദുഃഖാധികാൻ പശ്യേം സുഖേ പശ്യേം സുഖാധികാൻ. ഇതാണ് അതിനുള്ള വഴി. ഇങ്ങനെ കുറേ ഉപദേശങ്ങൾ കൊടുത്തു. എന്നാൽ എല്ലാം പറഞ്ഞുകൂടി ചോദിച്ചാലേ സമയം തികയില്ല. എന്ന് മാത്രമല്ല, എല്ലാം കൂടി കിട്ടിയാലേ സദ്യക്ക് പോയാൽ കൂടിയത്. ഈ സദ്യക്ക് പോയിട്ട് സദ്യ ഉണ്ണാൻ പോയത് തന്നെയാണ് നാട്ടിലൊക്കെ. സദ്യ ഉണ്ണാൻ പോയാൽ ഒരു ഉച്ചയ്ക്ക് 1 മണിക്കാവും കഴിക്കാം. 4 2 മണി 3 മണിക്കാവുമ്പോഴേക്ക് വീണ്ടും ഇഷ്ടം. എന്താ വെച്ചാൽ അനാവധി വിഭവങ്ങളുള്ളതുകൊണ്ട് ഒന്നും വിലയ്ക്ക് കഴിക്കാൻ പറ്റില്ല. അനവധി വിഭവങ്ങളിലൊന്നും മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റില്ല. സദ്യക്ക് നിസ്സാരമായിട്ടുള്ള ഊണൊക്കെ ആണെങ്കിൽ സുഖമാണ്. ഇവിടെ ഊണ് സുഖമാണ്. അത്യാവശ്യം വേണ്ട വിഭവങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ ചില സദ്യം കൊടുക്കുന്ന കഷ്ടം തോന്നും. എന്താ വെച്ചാൽ ഗംഭീര സദ്യ കൊടുക്കുന്നത്. അതാണ് ഈ ഉച്ചയ്ക്ക് 11:30 വന്ന് 1 മണിക്ക് പോകുന്നത്. എന്നാൽ വയറെന്ന് പറഞ്ഞാൽ പിന്നെ നല്ല പൂശി പോകും. ഈ സദ്യത്തിന് നല്ല രസമായി ചീത്ത കേൾക്കേണ്ടി വരും. എന്തിനാണ് ചീത്ത കേൾക്കേണ്ടി വന്നു വെച്ചാൽ വേറൊന്നുമില്ല. അവിടെ ഒരു 11 മണിക്ക് ആകുമ്പോഴേക്കും അന്നദാനം ഉണ്ട്. അതിനിടയ്ക്ക് ഒന്ന് ബാത്റൂമിൽ പോയിരുന്നു. അപ്പം എൻ്റെ അമ്പലത്തിൻ്റെ അപ്പുറത്തൊരു ഗ്രൗണ്ടിലാണ് ദഹനപ്പുരയും, അവിടെയാണ് അന്നദാനം. കുറേ ആൾക്കാർ ക്യൂ നിൽക്കുന്നു. അപ്പോൾ ദഹനപ്പുരയുടെ അടുത്താണ് ബാത്റൂം. അങ്ങനെ ബാത്റൂമിലേക്ക് പോയി തിരിച്ചു പറഞ്ഞ ആൾക്കാർ ക്യൂ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് പോയി. ആൾക്കാർ അവിടേക്ക് കയറാതൊക്കെ കയറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കയറ് പൊക്കിയിട്ട് അതിൻ്റെ ഇടയിൽ പുറത്തേക്ക് വന്ന് വീണ്ടും പ്രഭാഷണം കഴിഞ്ഞിട്ട് പാരായണം നടന്നുകൊണ്ടിരിക്കുക. അവിടെ പോകാൻ നിൽക്കുമ്പോണ്ട് ഒന്നും അവർക്ക് പൊക്കോട്ടെ ചോദിച്ചു. അപ്പോൾ ഒരു വിദ്യ നോക്കുമ്പോൾ എന്താ, ഞാൻ കയറിൻ്റെ അടിയേക്കിടത്തിൽ വരുന്നു, നിന്നെ പോലുള്ള ആൾക്കാർ നിൽക്കണോണ്ടാ ഞങ്ങനെ 1.5 മണിക്കൂറായി ക്യൂ നിൽക്കുന്നു. നിന്നെ പോലുള്ള ഓരോ ആൾക്കാരെ ഇടയ്ക്കിടയ്ക്ക് ഇത് സൂത്രത്തിനോട് വെച്ച് പോകില്ലേ എന്ന് പറഞ്ഞ് ഗംഭീര ചെയ്ത അദ്ദേഹത്തിനോട് വിഷമമൊന്നുമില്ലല്ലോ. അയാൾ തിരിച്ചു, ഞാൻ കമ്മിറ്റിക്കാരേതോ പരിചയക്കാരനായതുകൊണ്ട് സൂപ്പർ വഴിക്ക് പോയി ഊണിച്ച് വരികയാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും വേദിയിൽ 25-30 ആൾക്കാരെ മാക്സിമം ഉള്ളൂ. ഈ 11 മണി തൊട്ട് 2:30 വരെ ഊണാണ്. ഭാഗവതം കേൾക്കാൻ 25-30 ആൾക്കാർ പരമാവധി വരുന്നു. അവരോട് പറഞ്ഞു, നിങ്ങൾ ഭാഗവതം കേൾക്കാൻ പറ്റുന്നില്ല, താല്പര്യം ഇരിക്കണമെന്നില്ല, എന്നാലും അമ്പലത്തിൻ്റെ മതിൽക്ക് കത്തിച്ച് കയറണ്ട, അമ്പലത്തിൻ്റെ പുറത്തെങ്കിലും നിന്ന് ദേവനോട് താങ്ക്സ് പറഞ്ഞിട്ട് കൊടുക്കുള്ളൂ, നാളെയും വരാട്ടോ. 5 പൈസ മുടക്കാണ്ട് ഫുഡ് തരുന്ന ആളാണ്. അപ്പം അദ്ദേഹത്തിനോട് സന്തോഷമായി, നാളെ വരാം, നീ നാളെ കാണാം, ഉന്നയിക്കാൻ വരാം. അതെങ്കിലും അതിനും കൂടി ഭഗവാന്റെ മുമ്പിൽ വരിക. അത്ര കഷ്ടമാണ് നമ്മുടെ നാട്ടിലെ എല്ലാ വായനയെന്ന് പറയുന്നത്. പല സപ്താഹങ്ങളും ചില സ്ഥലത്തൊക്കെ പോയ ധാരാളം ആൾക്കാരും ഇതുപോലെ ധാരാളം ആൾക്കാരുണ്ടാകും. ചില സ്ഥലത്ത് പോയ കഷ്ടം. അപ്പോൾ ആരോഗ്യം എന്തിനേ പറയണം, എന്തിനേ വായിക്കണം, ഇതൊന്നുമില്ല. അതിനേക്കാൾ വലിയ വലിയ സംഭവങ്ങളും വിലയുണ്ട്. ശരി, അതെല്ലാം പറഞ്ഞു തന്നെ ചോദിച്ചാൽ ബാക്കിയെല്ലാം പറഞ്ഞുകൂടി ചോദിച്ചാൽ എല്ലാം കൂടി പറഞ്ഞാൽ നമ്മുടെ കലയിൽ വരിക. അപ്പോൾ ഉള്ളത് കുറച്ചാണെങ്കിലും അത് ഭംഗിയായിട്ട് നമുക്ക് അനുഭവിക്കാം. അപ്പോൾ കുറേ കിട്ടിയിട്ട് യാതൊരു പ്രയോജനമില്ല.
സുഖം ക്ഷയായ പുണ്യസ്യ ദുഃഖം പാപസ്യ മായുഷ തസ്മാൻ സുഖക്ഷയ ഹർഷ കർത്തവ്യ സർവഥാ ബുദ്ധി. നമ്മളൊക്കെ സാധാരണ ചില ദുരനുഭവങ്ങൾ വന്നാൽ ദുഃഖിക്കും, ചില സദനുഭവങ്ങൾ വന്നാൽ സുഖിക്കും. ശരി, ഇതിൽ സുഖമാണോ ദുഃഖമാണോ നാം ആഗ്രഹിക്കുന്നത്? സുഖം അല്ലേ? സുഖമാണ്, സംശയമില്ല. സുഖം ക്ഷോണിയെ നാഗമാക്കാൻ ആക്കി. വേദസ്സു നിർമ്മിച്ച വിശിഷ്ട വസ്തു അതെങ്ങെന്നു തിരഞ്ഞു തന്നെ ആയുസ് പോക്കുന്നു ഹതാശ നമ്മൾ. സുഖത്തിൻ്റെ പിന്നാലെ സുഖം കിട്ടാനാണ് നമ്മളൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് സുഖമാണോ ദുഃഖമാണോ? ചിന്തിച്ചു നോക്കി. സുഖമാണോ ദുഃഖമാണോ അനുഭവിക്കുന്നത്? കുന്തി മാതാവ് ദുഃഖം തന്നോളോ പറഞ്ഞു. എന്താണ് അതിന് കാരണം? ഭാഗവതത്തിൽ കേട്ടിട്ടുണ്ടാവില്ല സുഖം ഈ. ശരി, അതെങ്ങനെ പ്രഭാഷകർ പറഞ്ഞ് കേട്ടുകൊണ്ട് നമുക്ക്. പക്ഷേ ഇതേ ഭാഗവതത്തിൽ പറയുന്നുണ്ട് എന്താ? സുഖവും ദുഃഖവും വേണമെന്ന്. എവിടെയാ? പ്രഹ്ലാദനുണ്ട്. ഭഗവാൻ നരസിംഹമൂർത്തി പറഞ്ഞു, പ്രഹ്ലാദ, നീ സുഖം അനുഭവിക്കണം, നീ സൽക്കർമ്മവും ചെയ്യണം. അതെന്തിനാണ്? സുഖം അനുഭവിക്കുന്ന ആൾക്കാർ ആരെങ്കിലും സൽക്കർമ്മം ചെയ്യാൻ പാടുള്ളൂ? ഇല്ല. നമുക്കിപ്പോൾ നല്ല സുഖം കിട്ടിയിട്ടില്ല, ആരെങ്കിലും ഭഗവാനെ കാണാൻ പറ്റും? സാമാന്യനില്ല, നമുക്ക് വരില്ല. സുഖം ക്ഷയായ പുണ്യസ്യ ദുഃഖം പാപസ്യ മാനുഷ. നാം അനുഭവിക്കുന്ന സുഖാനുഭവങ്ങളിലൂടെ എന്തുണ്ടാവണം? നമ്മുടെ പുണ്യം ക്ഷയിച്ചു. നാം അനുഭവിക്കുന്ന ദുഃഖങ്ങളിലൂടെയോ നമ്മുടെ പാപം ക്ഷയിച്ചു. അതാണ് കുന്തി പറയുന്നത്, ദുഃഖം തന്നോളോ കൃഷ്ണ. കുന്തിക്ക് ജീവിതത്തിൽ കുറേ ദുഃഖങ്ങളുണ്ടായില്ലേ? ഈ ദുഃഖങ്ങളൊക്കെ എനിക്ക് അനുഭവിക്കേണ്ടി വരുന്നുവെങ്കിൽ എന്നിലെന്തെങ്കിലും പാപം ഉള്ളതുണ്ടാവും. അപ്പം ഞാൻ വീണ്ടും ദുഃഖം അനുഭവിക്കുകയാണെന്ന് വെച്ചാൽ എൻ്റെ ആ പാപങ്ങൾ മുഴുവൻ തീർന്നുള്ളൂ. അതുകൊണ്ടുകൂടിയാണ് ഈ ദുഃഖമായിക്കോട്ടെ എന്ന് കുന്തി പറയാൻ കാരണം. എന്ന് വെച്ചിട്ട് ഭഗവന്നാരും ഭഗവാനോട് പറയുന്നത് കേട്ടോ, എനിക്ക് ദുഃഖം മതി എന്ന് വെച്ചിട്ട് സൽക്കർമ്മം ചെയ്യാതിരിക്കരുത്. സൽക്കർമ്മം ചെയ്യുന്നവരുടെ അവസ്ഥയെ പറഞ്ഞിട്ടോ, നിരന്തരം സൽക്കർമ്മം ചെയ്തിട്ടും ദുഃഖമാണ് എങ്കിൽ വിഷമിക്കണ്ട. പാണ്ഡവരുടെ കഥ നോക്കൂ, എത്ര സൽക്കർമ്മം ചെയ്തു, പക്ഷേ അനവധി ദുഃഖങ്ങൾ അവർക്ക് അനുഭവിക്കേണ്ടി വരും. കുറേ കഴിഞ്ഞിട്ടോ യുദ്ധത്തിൽ ജയിക്കാനും ഭഗവാന്റെ അടുത്തേക്ക് എത്താനും പറ്റി. എന്നാൽ കൗരവർക്കോ അവർ സൽക്കർമ്മം ചെയ്തില്ല, കുറേ സുഖം കിട്ടുകയും ചെയ്തു. ആ സുഖത്തിലൂടെ അവരുടെ പുണ്യം മുഴുവൻ പോയി, അവർക്ക് നരകത്തിലേക്ക് വീഴേണ്ടി വന്നു. അപ്പോൾ നാം അനുഭവിക്കുന്ന സുഖത്തിലൂടെ നമ്മുടെ പുണ്യമാണ് ഇല്ലാതെയാവുക. നാം അനുഭവിക്കുന്ന ദുഃഖത്തിലൂടെ നമ്മുടെ പാപങ്ങളാണ് ഇല്ലാതെയാവുക. അതുകൊണ്ട് സൽക്കർമ്മം ഇങ്ങനെ ചെയ്യാം. സൽക്കർമ്മം ചെയ്തിട്ടും ദുഃഖമാണ് വരുന്നത് എങ്കിലും പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. ആ ദുഃഖത്തിലൂടെ നമ്മുടെ പാപങ്ങളാണ് തീർന്നു പോകുന്നത് എന്ന് ചിന്തിക്കുകയാണ്. ഞാൻ എത്ര കാലം മണ്ഡലത്തിൽ പോയിട്ടും ഇതൊക്കെ ചെയ്തിട്ടും ഇതാണല്ലോ എനിക്ക് ഫലം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരാതിരിക്കുകയല്ല വേണ്ടത്. നാം ഈശ്വരൻ അനുഗ്രഹം കൊണ്ടാണ് ഈശ്വരസ്യ കൃപയാ ദുഃഖമാഗമിഷ്യതി ദേഹിന ഭോഗേഷു വിഗതിം ദാതും തസ്മാ ദുഃഖം നഗരഹിയേ എന്നൊക്കെ പറയും. അപ്പോൾ സുഖം ക്ഷയായ പുണ്യസ്യ, എന്നും സുഖമായിരിക്കണമെന്ന് ഇരിച്ചാൽ അതിൻ്റെ പിന്നാലെ പോകരുത്. നമ്മൾ മുമ്പ് ചെയ്ത പുണ്യകർമ്മം കൊണ്ടാണ് ഇപ്പോൾ സുഖം കിട്ടിയത്. ഇപ്പോൾ സുഖമുണ്ട് എന്ന് വിചാരിച്ച സൽക്കർമ്മം ചെയ്യാതെ ഈ സുഖം മാത്രം അനുഭവിച്ച് കഴിഞ്ഞു വിടുകയാണെങ്കിൽ നമ്മുടെ പുണ്യം മുഴുവൻ തീരും, നമുക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വരും. ഇനി നമ്മൾ സൽക്കർമ്മം ചെയ്യുന്നു, നമുക്ക് ദുഃഖമാണ് വരുന്നതെങ്കിലും പരിഭ്രമിക്കേണ്ട. ആ ദുഃഖത്തിലൂടെ നമ്മുടെ പാപങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ബൃഹസ്പതി ഉപദേശം കൊടുക്കുക. യുദ്ധം ദേവന്മാരും മഹിഷാസുരനും അസുരന്മാരും യുദ്ധം. ആ യുദ്ധത്തിൽ ദേവന്മാരെ തോറ്റു, ഭംഗിയായി തോറ്റു. ദേവന്മാരെ തോറ്റ് വിഷമിച്ചിരിക്കുക. ഗുരുനാഥനെടുത്തെത്തി.
നമ്മൾ തോറ്റല്ലോ, വിഷമായി. ഞാൻ അന്നെ ഉറപ്പില്ലേ, ജയിക്കുന്ന ഉറപ്പൊന്നുമില്ല, ജയിക്കുന്ന യാതൊരു ഉറപ്പില്ല, ദൈവാധീനം പോലെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ ഓരോ അനുഭവം തോറ്റവും ചെന്ന് ദുഃഖിക്കരുതെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ. ഓരോ ജീവിതാനുഭവത്തിൽ ദുഃഖിക്കാൻ പോകാച്ചാൽ നമുക്ക് ദുഃഖിക്കാൻ തന്നെ ഈ ജന്മം മതിയാവില്ല. ദുഃഖം അനുഭവിക്കാൻ തന്നെ ഈ ജന്മം മതിയാവില്ല. നിങ്ങൾക്ക് അറിഞ്ഞൂടെ, പണ്ട് ഞാൻ ഇതേപോലെ കുറെ വിഷമിച്ചു തരുന്നില്ലേ. ഈ ഇരിക്കുന്ന ചന്ദ്രനെ എൻ്റെ ഭാര്യ തട്ടിക്കൊണ്ടുപോയപ്പോഴേ ഞാനിതേപോലെ ആ പഴയ കഥയൊക്കെ പറയാം. എൻ്റെ അനുഭവത്തിലും ചന്ദ്രൻ്റെ കേട്ടോണ്ടിരിക്കില്ലേ അതുകൊണ്ട് എത്ര ദൂഷണം കിഞ്ചിൽ ഭവിതവ്യേ സതീപതേ സുഖം വാ യദി വാ ദുഃഖം വിഹിതം ച ഭവിഷ്യതി ശശിനാമേ ഹൃദാ ഭാര്യ മിത്രേണാമിത്രകർശനാ സ്വാശ്രമസ്ഥേന സമ്പ്രാപ്തം ദുഃഖം സർവസുഖാപഹം. എൻ്റെ എല്ലാ സുഖം അതുകൂടി പോയി, എനിക്ക് ദുഃഖം ഒന്നില്ലേ. സുഖം ദുഃഖം വല്ലതും മാറി മാറി വരും പോവും. ഇന്നിപ്പോൾ ദുഃഖം എന്ന് വെച്ചാൽ എന്നും ദുഃഖാവുന്നില്ലേ. അതേപോലെ തന്നെ ഇന്ന് സുഖമെന്ന് വെച്ചാൽ എന്നും സുഖം ഉണ്ടാവില്ലേ. അത് ജീവിതത്തിൽ വന്നും പോയിരിക്കുന്ന ഓരോന്നാണ്. ബുദ്ധിമാൻ സർവലോകേഷു വിദിതോഹം പറയാണ്. അദ്ദേഹത്തിനെ ബൃഹസ്പതി ഗുരു എന്നൊക്കെ പറയാം. ഈ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാൻ ബൃഹസ്പതിയാണെന്ന് പറയാം. അതുകൊണ്ടാണ് ഭാഗവതത്തില് ഉദ്ധവനെ എന്ത് പറഞ്ഞു? ഉദ്ധവോ ബുദ്ധിസത്തമ. ബൃഹസ്പതിയുടെ ശിഷ്യനായിട്ടുള്ള ബുദ്ധിസത്തമനായിട്ടുള്ള ഉദ്ധവൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ബുദ്ധിയിലാണ്. അദ്ദേഹത്തെയാണ് ഗുരുവായിട്ട് കാണാറ്. ആ ഗുരു എന്ന സ്ഥാനത്തിരിക്കുന്ന ആളാണ് ബൃഹസ്പതി. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാനായിട്ട് പോലും ഞാൻ പോലും ദുഃഖിച്ചില്ലേ. അതൊക്കെ ഇങ്ങനെ വന്നു പോയിരിക്കും. ബലാബലം അവിജ്ഞാനം വിവേകം അപഹായച്ച. അവസാനം എല്ലാവരും ബ്രഹ്മാവെടുത്തു. ബ്രഹ്മാവ് പറഞ്ഞു, അതെ നിങ്ങളുടെ തോറ്റത് പ്രശ്നം വേറൊന്നുമില്ല. ബലാബലം ചിന്തിച്ചിട്ടുള്ള പ്രവർത്തിക്കാൻ. നിങ്ങളുടെ ബലം എത്ര, നിങ്ങളോട് യുദ്ധത്തിന് വന്ന അസുരന്മാരുടെ ബലം എത്ര, ഇതൊക്കെ ഒന്ന് അറിഞ്ഞിട്ടാണ് യുദ്ധത്തിന് പോകണമെച്ചാൽ ഈ അപകടം ഉണ്ടാവുകയുള്ളൂ. എന്താ കാരണം വെച്ചാൽ പണ്ട് ഞാനൊരു ആൾക്കൊരു വര കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ കൂട്ടിയാളൊന്നും അവരൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിന് പോണേന് മുമ്പ് എന്നോടൊരു വാക്ക് ചോദിച്ചാൽ നിങ്ങൾ തല്ലൂടാൻ പോകണ്ടാട്ടോ, ജയിക്കില്ല എന്ന് ഞാൻ പറഞ്ഞേന്. അതുകൊണ്ട് ബലാബലത്തെ ചിന്തിച്ചിട്ട് വേണം പ്രവർത്തിക്കാനായിട്ട്. വേറെ വഴിയൊന്നുമില്ല. നമുക്ക് കാര്യം ചെയ്യാം. ഞാൻ മറ്റുള്ളവരോട് ചോദിച്ചോട്ടെ, ശിവനെ വിഷ്ണുവിനെയൊക്കെ വിളിച്ചു, ഒന്ന് സഹായിക്കല്ലേ, ഒരു കൈ വയ്ക്കാൻ പറ്റുമോ? ആയിക്കോട്ടെ. ശിവനും വിഷ്ണുവും ബ്രഹ്മാവും ദേവന്മാരും എല്ലാവരും കൂടി വീണ്ടും ഇവരോട് ഈ മഹിഷാസുരനോട് യുദ്ധം. മഹിഷാസുരന്റെ പ്രധാനിയായിട്ടുള്ള താമ്രനെ നിഗ്രഹിച്ചു. ഇന്ദ്രനും മഹിഷാസുരനും തമ്മിൽ അതിഗംഭീരമായിട്ട് യുദ്ധം ആരംഭിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മഹിഷാസുരൻ എന്ത് ചെയ്തു? മായ പ്രയോഗിച്ചു. മായ കൊണ്ട് എന്താ നോക്കുമ്പോൾ അനവധി മഹിഷാസുരന്മാർ. രജനീകാന്തിൻ്റെ സിനിമയിൽ എന്തില് കണ്ടിരുന്നു? എന്തൊരു സിനിമ ഉണ്ട് രജനീകാന്തിൻ്റെ. കമ്പ്യൂട്ടർ അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റാണ്. ഒരു യന്ത്ര മനുഷ്യനെ ഉണ്ടാക്കി, പിന്നെ അതേപോലെ അനവധി അങ്ങനെ ഉണ്ടാക്കിയില്ലേ. ഇതൊക്കെ മഹിഷാസുരൻ തുടങ്ങിയ ശരീരമാണ്. ഇതൊക്കെ ഈ എന്തിരുന്ന് പറയണേക്കാളും എത്രയോ മുമ്പ്, എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ പുരാണങ്ങളിൽ പോലും ഇത് പറയുന്നുണ്ട്. നമുക്കിത് കാണുമ്പോൾ ഇത് പുതിയതാണല്ലോ, എന്ത് പുതിയത്, ഇത് പണ്ടേ. ഇന്ന് ലോകത്തിൽ കാണുന്ന ഒരു സാധനം പോലും പുതിയതില്ല എന്നർത്ഥം. അനവധി മഹിഷാസുരന്മാരുണ്ടായി. ഭഗവാൻ ചക്രായുധം പ്രയോഗിച്ച് അവൻ്റെ ആ മായ എന്നുള്ളത് മഹിഷാസുരൻ്റെ മായയെ ഇല്ലാതെയാക്കി. പിന്നീട് മഹിഷാസുരൻ്റെ ദേഷ്യം വന്നു. അയാൾ എന്ത് ചെയ്തു? വിഷ്ണുവുമായിട്ട് യുദ്ധം. വിഷ്ണുവിനെ അയാൾ മർദ്ദിച്ച് ബോധശൂന്യനാക്കി. വിഷ്ണു ബോധം കിട്ടിയിരുന്നു. അതാണ് അവസ്ഥ. വീണ്ടും തോറ്റു. നിങ്ങൾ എന്താ ചെയ്യുക? ഇവരൊക്കെ കൂടി വീണ്ടും കൂടിയാലോചന. നേരെ ഇവിടെ പോയി കൈലാസത്തിൽ പോയി. കൂടി നമുക്ക് ശ്രമിക്കട്ടെ. ഇതല്ലേ ആദ്യം പറഞ്ഞത്? എന്താ ശ്രമിക്കുക. ശ്രമിച്ചതുകൊണ്ട് ജയിക്കുന്ന ഉറപ്പൊന്നുമില്ല. ഇപ്പം നമ്മളോട് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ജയിക്കണ പ്രവർത്തിക്കുക അങ്ങനെയല്ലേ പതിവ്.
അല്ല സാധാരണ അങ്ങനെയല്ലേ? ഏത് കാര്യത്തിലാണത്? ഒന്നുമില്ല, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അതാണ് പറയാനുള്ളത്. അതാണല്ലോ നമുക്കത് പ്രധാനം. ഒരു ഉറവുണ്ട്, വിശപ്പ് മാറിയില്ല. അപ്പം എന്ത് ചെയ്യും? ഒന്നും കൂടി കഴിച്ചു, എന്നിട്ടും വിശപ്പ് മാറിയില്ല. അപ്പം എന്ത് ചെയ്യും? വീണ്ടും ഒരു ഉറവുണ്ട്, എന്നിട്ടും വിശപ്പ് മാറിയില്ല. അവസാനം നമ്മൾ എന്ത് ചെയ്യും? വിശപ്പ് മാറുന്നത് വരെ അങ്ങനെ ചോറ് കഴിയുന്നത് ചിലത് കഴിച്ചാലും കാണില്ല. അപ്പോൾ വിശപ്പ് മാറും വരെ നമ്മൾ ശരീരത്തിൽ ചളിയായി ഒരു തവണ വെള്ളം ഒഴിച്ചു, ആ ചളി പോയില്ല. എന്തായി? അത് പോകുന്നത് വരെ നമ്മൾ തെച്ചുകൊണ്ടിരിക്കില്ലേ? ഇതുപോലെ തന്നെയാണ് ജീവിതത്തിൽ അനുഭവങ്ങൾ. എത്ര കാലം പരിശ്രമിച്ചാലാണോ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുക, അത്ര കാലം പരിശ്രമിച്ചോളാം. അതാണ് ചില ചില കാര്യങ്ങൾ സമ്പ്രദായം പോലെ എല്ലാം ചെയ്യുന്ന വെച്ചാൽ അവരോട് നമ്മുടെ നാട്ടുകാരൊക്കെ പറയും, താൻ ചോറന്നെയല്ലേ കഴിക്കുന്നത്. ഈ താൻ ചോറന്നെയല്ലേ കഴിക്കണേന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉദ്ദേശം എന്താ? ഇതാണ്, അമ്പലത്തിൽ പോയി ഇന്ന വഴിപാട് ചെയ്താൽ ഫലം കിട്ടുന്നു. ഞാൻ ചെയ്തു, എന്നിട്ട് ഒരു കൊല്ലം ചെയ്തു, എന്നിട്ട് എനിക്ക് ഫലം കിട്ടിയില്ല, ഞാൻ നിർത്തി. നിർത്തരുത്, ഫലം കിട്ടും വരെ ചെയ്യാം. എത്ര ഉള്ളം ഉണ്ടാകാം, എത്രാമത്തെ ഉള്ളം ഉണ്ടാകും നമ്മുടെ വിശപ്പ് മാറാൻ നമുക്കറിയും. കുറച്ച് വിശപ്പുള്ള വെച്ചാൽ 3-4 ഉള്ളം കഴിക്കുമ്പോഴേക്കും വിശപ്പ് മാറും. നല്ല വിശപ്പാണെങ്കിലോ 40 എണ്ണം കഴിച്ചാലും മാറില്ല. എന്ന് പറഞ്ഞ പോലെ നമ്മളിൽ മുജ്ജന്മ കർമ്മദോഷം എത്ര ഉണ്ടെന്ന് അറിയില്ല. കുറച്ച് ദോഷത്തെ കുറിച്ചാൽ 1-2 തവണ പോയി വഴിപാട് കഴിക്കുമ്പോഴേക്കും നമ്മുടെ കാര്യമാണ്. അല്ലാഞ്ഞ് ദോഷം കുറേ കൂടുതലുണ്ടെങ്കിലോ കുറച്ച് കൂടുതൽ കാലം നമ്മൾ ഈശ്വര സേവ ചെയ്തിരിക്കും. അപ്പോൾ ചോറല്ലേ ഉണ്ണുന്നത് ചോദിച്ചാൽ എൻ്റെ പിന്നിൽ തത്വം ഇതാണ് എന്നൊക്കെ ആലോചിക്കാം. ഓരോരോ അനുഭവങ്ങളുണ്ട്. ഞാൻ എത്ര കാലം വഴിപാട് ചെയ്തു, അതൊന്നുമല്ല. അത് നേടാൻ സാധിക്കുന്നത് വരെ നമ്മൾ ഈശ്വര ഉപാസന എന്നുള്ളത് ചെയ്യുക. ദേവന്മാർ അതാണ് പഠിപ്പിച്ചവരുണ്ട്. അവർ ജയിക്കുന്നത് വരെ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണിപ്പോൾ മഹാദേവൻ്റെ അടുത്ത് പോയി. ഇന്നിപ്പോൾ മഹിഷാസുരൻ എന്ത് ചെയ്തു? ദേവന്മാരൊക്കെ പേടിച്ചോടി പോയിപ്പോൾ ദേവന്മാരുടെ കൊട്ടാരത്തിലെ സകല വസ്തുക്കളും അവൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവച്ചു. മഹാദേവൻ്റെ അടുത്തെത്തി ദേവന്മാർ. മഹാദേവൻ പറഞ്ഞു, കാര്യമാണ് വിഷ്ണുവിനുണ്ടെങ്കിൽ ആലോചനയ്ക്ക് ശക്തിയില്ല. കമ്മിറ്റിയിൽ പ്രസിഡന്റ് മാത്രം ഉണ്ടായിട്ട് കാര്യമല്ലോ, അങ്ങനെ എല്ലാവരും ഉണ്ടെങ്കിൽ ചർച്ച വെച്ചുള്ളൂ. നമ്മൾ കാര്യം ചെയ്യാം, അങ്ങോട്ട് പോവാം, വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോകും. അങ്ങോട്ടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞ പോലെ വേണ്ട, അങ്ങോട്ട് മറ്റവൻ്റെ തല്ലുകൊണ്ട് ബോധം കിട്ടൽ നമ്മളെടുത്ത് കൊണ്ടുപോയില്ല. എല്ലാവരും നേരെയായിട്ടുണ്ടാവില്ല. ഈ മഴയൊക്കെ കയറി ഇന്ന് മോളയ്ക്ക് പറഞ്ഞ സമയം കൊണ്ട് പറ്റുന്നൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ട. ശരി അല്ല, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് വെറുതെ ചിരി വരാൻ വേണ്ടി പറഞ്ഞതാ, വേറൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ പറയണ പോലെ എല്ലാവരും കൂടി വൈകുണ്ഠത്തിലെത്തി. അപ്പോൾ വൈകുണ്ഠത്തിലെത്തി വിഷ്ണുവിനെ കണ്ടു, കാര്യമൊക്കെ പറഞ്ഞു. എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ബ്രഹ്മാവ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ് എനിക്ക് പറയാനുള്ളത്? നിങ്ങൾക്കൊന്നും അയാളെ കൊല്ലാൻ പറ്റില്ല കേട്ടോ. അത് എനിക്കെങ്ങനെ അറിയാം? ഞാനേ അയാളുടെ അച്ഛന് വരം കൊടുത്തിട്ടുണ്ട്. ഇയാളാണ് ഈ അപകടമൊക്കെ ഉണ്ടാക്കിയത്. താനീ വരം കൊടുത്തുകൊണ്ടല്ലേ ഈ കുഴപ്പം. എന്നിട്ട് വേറെ എന്ത് വരാൻ കൊടുത്തത്? ഒരു സ്ത്രീയുടെ കൈ കൊണ്ട് മാത്രമേ മരിക്കുള്ളൂ എന്ന് വരം കൊടുത്തിട്ടുണ്ട്. ഓ ഭാഗ്യം, അങ്ങനെയില്ല. ഇപ്പം അങ്ങനെ സ്ത്രീയെ തുറന്നു കിട്ടും. ബ്രഹ്മാവിനെ നോക്കി, എന്നെ നോക്കണ്ട, അതിന് വല്ല വീണ വായിക്കാനും പാട്ട് പാടാനൊക്കെ അറിയുള്ളൂ. അടുക്കളയിൽ ചട്ടകം പിടിക്കുന്നതും കൂടി ഞാൻ കണ്ടില്ല. അങ്ങനെയുള്ള എൻ്റെ ഭാര്യയോട് ആയുധത്ത് പോകുന്ന ചോദിക്കാനല്ലേ എന്നെ നോക്കിയത്? വരം കൊടുത്തവണ ഞാനല്ലേ. അപ്പം എൻ്റെ ഭാര്യ തന്നെ പോട്ടെ എന്നുള്ള നിലയ്ക്കല്ലേ. ഇങ്ങനെയാ മഹാദേവ, പിള്ളേരുടെ കാര്യം കഴിഞ്ഞിട്ടുണ്ട്. അവൾ കൊന്നിന് നേരിട്ട് കൃത്യനച്ചാൽ വിശക്കണു തന്നെയാ പറയാൻ പോയി. അവൻ്റെ വയറ് നിറച്ചിട്ട് വേണ്ടേ മറ്റു പിള്ളേരുടെ കാര്യം നോക്കാൻ. എന്നാ പുറത്ത് അത് ഇതിനേക്കാളും കഥ. ഇപ്പം എന്താ വെച്ചാൽ നമ്മുടെ ഭാര്യമാരെ യുദ്ധം ചെയ്യാൻ പോവില്ല ഉറപ്പാ. നമ്മുടെ ഭാര്യമാരെ പോലുള്ള ശക്തിയിൽ ആരുമില്ലല്ലോ. എന്നെ പോലെയുള്ള ആരുമില്ല. നീ ഉണ്ടെങ്കിൽ എൻ്റെ ഭാര്യ അതിനേക്കാളൊക്കെ. ഇനിയിപ്പോൾ എന്താ ചെയ്യാം? നമുക്കൊരു കാര്യം ചെയ്താൽ നമ്മളിലൊക്കെ ഓരോരോ രൂപത്തിലുള്ള ഈ ശക്തിയുള്ളത് നമ്മുടെ ഉള്ളിലുള്ള ശക്തികളെല്ലാം കൂട്ടി നമുക്കൊരു ശക്തി ഉണ്ടാക്കാം.
ആ ശക്തിയിലൂടെ നമുക്ക് മഹിഷാസുരനെ ഗ്രഹിക്കാം. അതല്ലേ നല്ലതെന്നാണ്. ഓരോരോ ദേവന്മാരും അവരുടെ ഉള്ളിലുള്ള ശക്തിയെ യോജിപ്പിച്ചു. പശ്യതാം തത്ര ദേവാനാം തേജപുഞ്ജസമുദ്ഭവ ബഭൂവാതീവരാ നാരീ സുന്ദരീ വിസ്മയപ്രദാ ത്രിഗുണാ സാ മഹാലക്ഷ്മീ സർവദേവ ശരീരജാ അഷ്ടാദശഭുജാരണ്യ ത്രിവർണ വിശ്വമോഹിനി. 18 കൈകളിലെ ദിവ്യങ്ങളായിട്ടുള്ള ആയുധങ്ങളും ധരിച്ചുകൊണ്ട് മഹാലക്ഷ്മി എന്ന ഭാവത്തിൽ ഒരു ശക്തി എന്നുള്ളതുണ്ടായി. അതൊക്കെ തന്നെയാണ് നമ്മൾ അമ്പലങ്ങളിൽ ചില ആളുകൾക്ക് ശാരീരിക ശക്തിയെ കൂടുക, ചില ആളുകൾക്ക് ഉദ്യോഗം എന്നുള്ള ശക്തിയെ കൂടുക, സ്ഥാനമാനങ്ങൾ, ചില ആളുകൾക്ക് സാമ്പത്തിക ശക്തിയാണ്, ചില ആളുകൾക്ക് അറിവ് എന്നുള്ള ശക്തി. ഇങ്ങനെ പലരും കൂടി ചേരുമ്പോഴേ ഒരു ക്ഷേത്രം നിർമ്മിക്കലായാലും അതിൻ്റെ കാര്യങ്ങൾ കൊണ്ടുപോകലായാലും ഇങ്ങനെയുള്ള സപ്താഹം നവാഹം ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? എല്ലാവരുടെയും ഇഷ്ടംപോലെ കാശുണ്ട്, കാര്യം നടക്കുമോ? ഇല്ല. ആരുടെയും കാശില്ല. ശരീരം കൊണ്ട് പ്രവർത്തിക്കാൻ എല്ലാവരും തയ്യാറാണ്, കാര്യം നടക്കുമോ? ഇല്ല. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരും അവനവൻ്റെ ഓരോരോ ദേവന്മാരും അവനവൻ്റെ ഉള്ളിലുള്ള ശക്തിയെ ഒരുമിച്ച് കൂട്ടിച്ചേർത്ത ഒരു മഹാശക്തിയാക്കി എന്നാണ്. അപ്പം ഇതുപോലെ നമ്മളും ക്ഷേത്രാദികളുടെ നിലനിൽപ്പിനും നമ്മുടെ സമൂഹത്തിൻ്റെ രക്ഷയ്ക്കും ഒക്കെ എന്ത് വേണം? നമ്മളിങ്ങനെ സംഗമിക്കണം. നമ്മളിൽ ഏതേത് ശക്തിയാണോ ഉള്ളത് അതത് ശക്തികളെ നാം പുറത്തേക്കെടുത്ത് എല്ലാ ശക്തികളും കൂട്ടി ഒരു മഹാശക്തിയാക്കി മാറ്റുമ്പോഴേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? വിജയം എന്നുണ്ടാവുള്ളൂ. ഇതിനാണ് പരസ്പരം ഭാവയന്ത ശ്രയ പരമവാപ്യത എന്നൊക്കെ പറഞ്ഞത്. ആ രൂപത്തിനെ കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞു തരണേ എന്ന് പറയുമ്പോഴാണ് വേദവ്യാസൻ ജന്മേശ്വരനോട് പറയാം, ജന്മേശ്വര രാജാവേ, ആ ഭഗവതിയുടെ ആ രൂപത്തെക്കുറിച്ച് പൂർണ്ണമായി പറയാൻ ഒരാളെ കൊണ്ടും പറയാൻ പോയിട്ട് മനസ്സിലാക്കാൻ പോലും ബ്രഹ്മാവിന് പോലും സാധിക്കില്ല. എങ്കിലും ഞാൻ പറയാം. ശങ്കരസ്യ ജയത്തേജ തേന തന്മുഖ പങ്കജം. മുഖം എന്നുള്ളത് മഹാദേവൻ എന്നാണ് ഉണ്ടായത്. ശ്വേതവർണം ശുഭാകാരം അജായതം കേശാഹ തസ്യാഹ തഥാ സ്നിഗ്ധാ യാമ്യേന തേജസാ ഭവതി. യമന്റെ തേജസ്സിൽ നിന്നാണ് തലമുടി എന്നുള്ളതുണ്ടായത്. നയനഹൃദയം തസ്യാജജ്ഞേ. അഗ്നിയിൽ നിന്നാണ് 3 അഗ്നിയെപ്പോലെ ജ്വലിക്കുന്ന 3 കണ്ണുകൾ ഉണ്ടായത്. എന്നിങ്ങനെ ആ ദേവിയുടെ ശരീരം ഓരോരോ ഭാവം ഓരോരോ അവയവങ്ങളും ഇന്ന ദേവന്മാരിൽ നിന്നാണ് ഉണ്ടായത് എന്ന് ആ ഭഗവതിയെ വർണ്ണിക്കുകയാണ്. പിന്നീട് എല്ലാവരും മഹാലക്ഷ്മിക്ക് ആയുധം കൊടുത്തു. ഓരോരുത്തരും ഓരോരോ ആയുധം. ചക്രം കൊടുത്തു വിഷ്ണു, ശൂലം കൊടുത്തു ശിവൻ, ദണ്ഡ് കൊടുത്തു യമൻ, പാശം കൊടുത്തു വരവൻ, വജ്രം കൊടുത്തു ഇതം. ഇങ്ങനെ ഓരോ ആയുധങ്ങൾ ആ ഭഗവതിക്ക് കൊടുത്തിട്ട് എല്ലാവരും കൂടി നമ ശിവായ കല്യാണി ശാന്തി പുഷ്ടി നമോ നമ ഭഗവത്യേ നമോ ദേവ്യേ രുദ്രാണി സതതം നമ കാളരാത്രേ തഥാംബായേ ഇന്ദ്രാണി തേ നമോ നമ സിദ്ധേ ബുദ്ധേ തഥാ ബുദ്ധേ വൈഷ്ണവേ തേ നമോ നമ. ഇങ്ങനെ അനവധി ശ്ലോകങ്ങളിലൂടെ ആ ദേവിയെ സ്തുതിച്ചു. ദേവി സ്തുതിയെല്ലാം കേട്ട് യുദ്ധത്തിന് പോവാൻ തയ്യാറായിരുന്നു. പിന്നീട് ഉള്ള കഥകളൊന്നും കുറച്ചുകൂടി മാറ്റാറാണ്. ഇതിപ്പോൾ യുദ്ധം ആരംഭിച്ചിട്ടില്ല. നമ്മളിങ്ങനെ പറയാൻ പുറപ്പെട്ടാൽ ഇപ്പോൾ 9ാമത്തെ അധ്യായം വരെ ആയിപ്പോയി. നമ്മൾ 2ാമത്തെ അധ്യായം മുതൽ പറയാൻ പുറപ്പെട്ടിട്ട് കുറേയൊക്കെ കണ്ടില്ല എന്ന് വെച്ചിട്ടും 9ാമത്തെ അധ്യായം വരെ നമുക്ക് പറയാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഈ സ്കന്ധത്തിൽ 35 അധ്യായങ്ങളുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത സ്കന്ധത്തിൽ 27 അധ്യായങ്ങളിൽ കഴിയുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കൂടി വായിച്ചിട്ട് പിന്നെ നമുക്ക് യുദ്ധമൊക്കെ തുടങ്ങിയപ്പോൾ ഇത്തിരി സ്പീഡാക്കാം. അത് കുറച്ച് വായിച്ച് പിന്നീട് സർവത്ര ദേവീനാ സങ്കീർത്തനം